അഭിവന്യ തിരുമേനിമാരുടെ അനുവാദത്തോടെ ഈ പ്രൗഢമായ സദസ്സിന് സ്വാഗതം ആശംസിക്കുവാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. ലോകം മുഴുവനുമുള്ള മലങ്കര സഭാ മക്കൾ മലങ്കരയുടെ മഹാപരിശുദ്ധനായ പരമല തിരുമേനിയെ സ്മരിക്കുന്ന, നമിക്കുന്ന, ആ മധ്യസ്ഥതയിൽ അഭയം പ്രാപിക്കുന്ന ദിനങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. മലങ്കര സഭയ്ക്ക് പരിശുദ്ധനായ പരമല തിരുമേനിയെ തന്നതിനാൽ ദൈവസന്നിധിയിൽ നമുക്ക് സ്തുതികളും സ്തോത്രങ്ങളും അർപ്പിക്കാം. മലങ്കര സഭാ വിശ്വാസികൾ മാത്രമല്ല, ഇതര ക്രൈസ്തവ സമൂഹത്തിലുള്ളവർ മാത്രമല്ല, നാനാജാതി മതസ്ഥരായ ആളുകൾ ഈ കബറിങ്കൽ വന്ന് അനുഗ്രഹം പ്രാപിക്കുന്നു എന്നുള്ളത് ഓരോ ദിനവും നാം കേട്ടറിയുന്നുണ്ട്, കണ്ടറിയുന്നുണ്ട്. പരിശുദ്ധ പിതാവിൻ്റെ മധ്യസ്ഥത ലോകത്തിന് മുഴുവനും അനുഗ്രഹത്തിനും സൗഖ്യത്തിനും കാരണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പരമല തിരുമേനി നമ്മളിൽ നിന്ന് എവിടെയാണ് വ്യത്യസ്തനായിരിക്കുന്നത്? ഒറ്റവാക്കിൽ ഇങ്ങനെ പറയാം, സർവശക്തനായ ദൈവം നൽകിയ നിയോഗം അത് 100% നിറവേറ്റി അതിനനുസരിച്ച് ജീവിച്ച മഹത് വ്യക്തിത്വമാണ് പരിശുദ്ധ പരമല തിരുമേനി. അങ്ങനെയെങ്കിൽ ഈ ധ്യാനയോഗത്തിൽ പങ്കുചേരുമ്പോൾ നമ്മുടെ ദൈവനിയോഗം തിരിച്ചറിഞ്ഞ് സ്വയം തിരുത്തി ദൈവസന്നിധിയിലേക്ക് തിരിച്ചു വരുവാനും സമൂഹത്തിന് നന്മയ്ക്കുതകുന്ന രീതിയിൽ പ്രവർത്തിപ്പാനും സർവശക്തനായ ദൈവം തമ്പുരാൻ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുവിന് 800 വർഷങ്ങൾക്ക് മുൻപ് യെരൂശലേം ദേവാലയത്തിൽ കടന്നു പോകുന്നവരെ നോക്കി ഒരു വലിയ പ്രവാചകൻ, ഇസ്രായേലിന്റെ വിലപിക്കുന്ന പ്രവാചകൻ, ഘനഗംഭീര സ്വരത്തിൽ അവരോട് പറയുന്നത് ശ്രദ്ധേയമാണ്. ദേവാലയത്തിൽ പെരുന്നാൾ ആഘോഷിക്കുവാൻ കടന്നു ചെല്ലുന്ന നിങ്ങളുടെ നടപ്പും പ്രവൃത്തിയും തിരുത്തണം. അങ്ങനെയെങ്കിൽ പെരുന്നാളുകൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് തിരുത്തലായി മാറണമെന്നുള്ളതാണ്. ജീവിതത്തിൽ എവിടെയൊക്കെ നമുക്ക് വൈകല്യങ്ങൾ, ബലഹീനതകൾ, കുറവുകൾ വന്നിട്ടുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് അതിനെ തിരുത്തുവാൻ ഈ മധ്യസ്ഥതയുടെ ദിനങ്ങൾ ഇടയാകട്ടെ, ഈ പെരുന്നാളിൻ്റെ ദിനങ്ങൾ ഇടയാകട്ടെ. ആ പരിശുദ്ധന്റെ മധ്യസ്ഥതയിൽ ഭൗതികമായ അനുഗ്രഹങ്ങളും നേട്ടങ്ങളും ഒക്കെ ലഭിക്കുമ്പോൾ തന്നെ ജീവിതത്തിന്റെ നിയോഗം തിരിച്ചറിഞ്ഞ് ദൈവനാമഹത്വത്തിനായിട്ട് പ്രവർത്തിപ്പാൻ സർവശക്തനായ ദൈവം തമ്പുരാൻ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും സ്വാഗതം അർപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. അഖില മലങ്കര പ്രാർത്ഥനായോഗത്തിന്റെ കേന്ദ്ര പ്രസിഡന്റായിട്ട് സ്തുത്യർഹമായി പ്രവർത്തിക്കുന്നത് അഭിവന്യ എബ്രഹാം മാർ എപ്പിഫാനിയോസ് തിരുമേനിയാണ്. ഇതിന് തൊട്ടു മുൻപ് വളരെ ചുരുങ്ങിയ കാലയളവിലെങ്കിലും അഭിവന്യ പക്കോമീസ് തിരുമേനിയായിരുന്നു ഇതിന്റെ പ്രസിഡന്റ്. അപ്രതീക്ഷിതമായി അഭിവന്യ തിരുമേനി നമ്മൾ നിന്ന് വേർപെട്ടു. ആ പാവന സ്മരണകൾക്ക് മുൻപിൽ തലകുനിച്ചുകൊണ്ട് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഇപ്പോൾ ഈ പ്രസ്ഥാനത്തെ സുധീരമായി നയിക്കുന്ന പ്രസിഡന്റ് തിരുമേനി എബ്രഹാം മാർ എപ്പിഫാനിയോസ് തിരുമേനിയെ ഈ പ്രൗഢമായ സദസ്സിലേക്ക് വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ ധ്യാനയോഗം ഉദ്ഘാടനം ചെയ്യുന്നത് യുവജന പ്രസ്ഥാനത്തിന്റെ കർമ്മധീരനായ കേന്ദ്ര പ്രസിഡന്റ് അഭിവന്യ പോളികാർപ്പോസ് തിരുമേനിയാണ്. കഴിഞ്ഞ ദിനങ്ങളിലെല്ലാം തിരുമേനി ഇവിടെ ഉണ്ടായിരുന്നു. ഈ സെമിനാരിയുടെ മുൻ മാനേജരായിരുന്നു എപ്പിഫാനിയോസ് തിരുമേനിയെ പോലെ തന്നെ. തിരുമേനിയുടെ നല്ല നേതൃത്വം സഭയ്ക്ക് ഏറെ അനുഗ്രഹകരമാകുന്നു. യുവജന പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾ വളരെ ശുഷ്കാന്തിയോട് മുന്നോട്ട് പോകുവാൻ തിരുമേനിയുടെ സാന്നിധ്യവും ഇടപെടലും സഹായിക്കുന്നതോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്ന അഭിവന്യ തിരുമേനിയെ ആദരപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അഭിവന്യ യൂലിയോസ് തിരുമേനി വൈദിക സെമിനാരി ഞങ്ങളുടെ അച്ഛന്മാരുടെ എല്ലാം ഗുരുനാഥനാണ്. ഇപ്പോൾ അഹമ്മദാബാദ് ഭദ്രാസനത്തിന്റെ അധിപനാണ്. വടക്കേ ഇന്ത്യയിൽ മലങ്കര സഭയുടെ പ്രവർത്തനങ്ങൾ, പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഏറെ ഭംഗിയായി അഭിവന്യ തിരുമേനി നിർവഹിക്കുന്നു. വേദശാസ്ത്ര പണ്ഡിതനാണ്, ധ്യാന ഗുരുവാണ്. ആമുഖവാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. ഏറെ സന്തോഷത്തോടെ അഭിവന്യ യൂലിയോസ് തിരുമേനിയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട ഔഗ്യൻ റമ്പാച്ചൻ, പരമല സെമിനാരി മാനേജർ, ഏറെ തിരക്കുകൾ റമ്പാച്ചനുണ്ട്. അതുകൊണ്ട് റമ്പാച്ചൻ ഇടയ്ക്ക് ഇവിടെ എത്തിച്ചേരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഇതിൻ്റെ എല്ലാ ക്രമീകരണങ്ങളും ചെയ്യുന്ന റമ്പാച്ചനാണ്. ആദരപൂർവ്വം റമ്പാച്ചനെ സ്വാഗതം ചെയ്യുന്നു. നമ്മോടൊപ്പമായിരിക്കുന്ന റമ്പാച്ചൻ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളിലും നമ്മുടെ കൂടെ നിന്ന് വേണ്ട സഹായങ്ങൾ നൽകുന്നു. അതിനായ റമ്പാച്ചനെയും ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പ്രാർത്ഥനായോഗത്തിന്റെ കേന്ദ്ര വൈസ് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ജോൺസൺ കല്ലിട്ടതിൽ ആഗതനായിട്ടുണ്ട്. ഔപചാരികതയുടെ പേരിൽ ഈ പ്രസ്ഥാനത്തെ ഭംഗിയായി നടത്തുന്ന അതിനായി ജോൺസൺ അച്ഛനെയും സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട ജേക്കബ് കോശി അച്ഛൻ അടൂർ ഭദ്രാസനത്തിലെ വൈദികനാണ്. മലങ്കര സഭയിലെ വിവിധ ഇടവുകളിൽ വചന പ്രഘോഷണം നിർവഹിക്കുന്ന അച്ഛൻ മലങ്കര സഭയുടെ അഭിമാനമാണ്. വിവിധ കൺവെൻഷൻ യോഗങ്ങൾ പ്രസംഗിച്ചിട്ടുള്ള അച്ഛൻ, വിവിധ ധ്യാന യോഗങ്ങൾ നടത്തിയിട്ടുള്ള അച്ഛൻ.
നമുക്ക് ഈ സുദിനത്തിൽ അച്ഛനെ ലഭിച്ചു എന്നുള്ളതും ഏറെ നല്ല കാര്യമാണ്. ഇവിടുത്തെ മാനേജർ റമ്പാച്ചൻ്റെ വൈദിക സെമിനാറിലെ സഹപാഠി കൂടിയാണ് വന്ദനായ ജേക്കബ് കുശിയച്ചൻ. ഇന്ന് ധ്യാനവും നയിക്കുന്ന വന്ദനായ അച്ഛനെ ഏറെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ തിരുവിതാംകോട് മാർത്തോമൻ സെന്ററിന്റെ ചുമതലക്കാരനായ ബെർസ്ലി റമ്പാച്ചൻ ഇവിടെ ആഗതനായിട്ടുണ്ട്. വന്ദനായ റമ്പാച്ചനെയും ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇതിൽ സംബന്ധിപ്പാൻ തക്കവണ്ണം കാലാവസ്ഥയുടെ പ്രതികൂലത ഉണ്ടായിട്ടും കടന്നു വന്നിട്ടുള്ള എല്ലാ ആളുകളെയും സ്വാഗതം ചെയ്യുന്നു. ഇനി ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു. യഥാസമയത്ത് എത്തിച്ചേരുമെന്നുള്ള പ്രതീക്ഷയോടെ കടന്നു വന്ന എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റായ അഭിമന്യ തിരുമേനിയെ പ്രസിഡൻഷ്യൽ അഡ്രസ്സിനായിട്ട് ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ത്രിയേക ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. അങ്കമാലി ഭദ്രാസനാധിപനും യുവജന പ്രസ്ഥാനത്തിൻ്റെ പ്രസിഡന്റുമായിരിക്കുന്ന അഭിമന്യ പോളികാർപ്പോസ് തിരുമേനി, നാഗ്പൂർ സെമിനാരിയുടെ വിസിറ്റിംഗ് പ്രൊഫസറും അഹമ്മദ് ഭദ്രാസനത്തിൻ്റെ മെത്രാപ്പോലീത്തായും കൂടിയായിരിക്കുന്ന അഭിമന്യ യൂലിയോസ് തിരുമേനി, ഈ സ്ഥാപനത്തിൻ്റെ മാനേജരായിരിക്കുന്ന ഔഗേൻ റമ്പാച്ചൻ, അസിസ്റ്റന്റ് മാനേജരായിരിക്കുന്ന ജോസഫ് റമ്പാൻ, തിരുവിതാംകോട് പള്ളിയുടെ മാനേജരായിരിക്കുന്ന ബെർസ്ലി റമ്പാച്ചൻ, അഖില മലങ്കര പ്രാർത്ഥനയോഗത്തിൻ്റെ വൈസ് പ്രസിഡൻ്റായിരിക്കുന്ന ആദരണീയനായ ജോൺസൺ കലീട്ടതിലച്ഛൻ, സെക്രട്ടറി ആയിരിക്കുന്ന എ.ബി. ഫിലിപ്പച്ചൻ, ദൈവവചനം പറഞ്ഞ് നമ്മെ അനുഗ്രഹിക്കാനെത്തിയ ജേക്കബ് കോശി അച്ഛൻ, ആദരണീയരായ എൻ്റെ വൈദിക ശ്രേഷ്ഠരെ, കർത്താവിൽ വിശ്വാസികളെ, അഖില മലങ്കര പ്രാർത്ഥനയോഗത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ഇന്ന് നടക്കുന്ന ഈ പ്രാർത്ഥനയോഗത്തിന് പ്രസിഡന്റ് എന്ന നിലയിൽ ഇവിടെ വന്നുചേർന്നിരിക്കുന്ന എല്ലാ പിതാക്കന്മാരുടെയും വൈദിക ശ്രേഷ്ഠരുടെയും പ്രാർത്ഥനകളും ആശംസകളും ഈ അവസരത്തിൽ നേരുന്നു. പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ 110ാം ഓർമ്മ പെരുന്നാളോടനുബന്ധിച്ച് നടക്കുന്ന ഈ പ്രാർത്ഥന യോഗത്തിൽ ഇവിടെ എത്തിച്ചേരുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ പ്രാർത്ഥനയും മൂലം നല്ല സാക്ഷികളായി തീരുവാൻ തക്കവണ്ണം, മാതൃകയുള്ളവരായി തീരുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഏവരെയും ഇടയാക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനായ പരിമല തിരുമേനി ഒന്നും രണ്ടും ദിവസം കൊണ്ട് പ്രാർത്ഥിച്ചതല്ല, താൻ നിരന്തരമായി ദൈവവുമായുള്ള സംസർഗത്തിൽ വസിച്ചതിൻ്റെ അനന്തരഫലമാണ് ഇന്ന് ലക്ഷക്കണക്കിന് ആളുകൾ ഈ ദേവാലയത്തിൽ വന്നുകൂടുന്നത്. ലോകമെമ്പാടും പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ പെരുന്നാളുകൾ ആഘോഷിക്കുന്നുണ്ട്. ഹി വാസ് എ മാൻ ഓഫ് പ്രയർ, പ്രാർത്ഥനയുള്ള മനുഷ്യനായിരുന്നു. രണ്ടാമത് അദ്ദേഹം സ്നേഹനിധിയായ മനുഷ്യൻ, ഹി വാസ് എ മാൻ ഓഫ് ലവ്. മൂന്നാമതായിട്ട് ഹി വാസ് എ മാൻ ഓഫ് എഡ്യൂക്കേറ്റഡ്, അഗാധ പാണ്ഡിത്യമുള്ള ആളായിരുന്നു. നാലാമതായിട്ട് ജീവിത വിശുദ്ധിയുള്ള മനുഷ്യൻ, ഹി വാസ് എ മാൻ ഓഫ് പ്യൂരിറ്റി. പ്രാർത്ഥനയുള്ള മനുഷ്യൻ, സ്നേഹനിധിയായ മനുഷ്യൻ, അഗാധ പാണ്ഡിത്യമുള്ളവൻ, അതുപോലെ തന്നെ ജീവിത വിശുദ്ധിയുള്ളവനായിരുന്നു. മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠരെന്നെണ്ണി മറ്റുള്ളവരെ സ്നേഹിച്ച ഒരു പിതാവിൻ്റെ ഓർമ്മയാണ്, 110ാം ഓർമ്മയാണ് നാം ഇന്ന് ആഘോഷിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച ഒരാഴ്ചക്കാലമായിട്ട് ഈ പരിമലയിൽ ധാരാളം മീറ്റിങ്ങുകളും ശതാബ്ദിയുടെ ആഘോഷങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ ഇന്ന് പ്രത്യേകിച്ച് പ്രാർത്ഥനയോഗത്തിൻ്റെ പ്രാർത്ഥനകൾ നടക്കുന്ന, ധ്യാനം നടക്കുന്ന ഈ അവസരത്തിൽ ദൈവം തമ്പുരാൻ സകല സ്വർഗീയ നന്മകളും അനുഗ്രഹങ്ങളും എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായം
1, 2, 3 വാക്യങ്ങളിൽ വായിക്കുമ്പോൾ അവിടെ പറയുന്നത്, ഇപ്പോൾ യാക്കോബേ, നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലെ നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, ഞാൻ നിന്നെ പാർച്ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ. നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും, നീ നദികളിൽ കൂടി കടക്കുമ്പോൾ അവ നിന്റെ മീതെ കവിയുകയില്ല, നീ തീയിൽ കൂടി നടന്നാൽ വെന്തു പോകുകയുമില്ല, അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. ക്രിസ്തീയ ജീവിതം ഒരു തീർത്ഥാടനമാണ്. ഹു ഈസ് ജീസസ് ക്രൈസ്റ്റ് ടു മീ ഓർ ഹു ഈസ് ജീസസ് ക്രൈസ്റ്റ് ടു യു? യേശു ക്രിസ്തു എനിക്ക് ആരാണ്? യേശു ക്രിസ്തു നിനക്കാരാണ്? ഇവിടെ 3 കാര്യങ്ങളാണ് അവിടെ ഓർപ്പിക്കുന്നത്. ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു. ഐ റിഡീംഡ് യു. ഐ റിഡീംഡ് യു. ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു. ഞാൻ നിന്നെ പാർച്ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ. ഈ 3 കാര്യങ്ങളാണ് ഈ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ അവിടെ ഓർപ്പിക്കുന്നത്. ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു. ഐ റിഡീംഡ് യു ഫ്രം സോറോസ് ആൻഡ് സഫറിങ്സ്. രോഗത്തു നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന് കാത്തു പരിപാലിക്കുന്നൊരു ദൈവം. ഐ റിഡീംഡ് യു ഫ്രം എനിമീസ്. ശത്രുക്കളിൽ നിന്ന് കാത്തു പരിപാലിക്കുന്നൊരു ദൈവം. ഐ റിഡീംഡ് യു ഫ്രം സിൻ. പാപത്തിൽ നിന്ന് കാത്തു പരിപാലിക്കുന്നൊരു ദൈവം. രണ്ടാമത് ഇവിടെ ഓർപ്പിക്കുന്നു, ഞാൻ നിന്നെ പാർച്ചൊല്ലി വിളിച്ചിരിക്കുന്നു. ക്രിസ്തീയ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ദിവസമെങ്കിലും എന്നെ പാർച്ചൊല്ലി വിളിക്കുന്ന ശബ്ദം കേൾക്കുവാൻ ദൈവം എനിക്കിടയായിട്ടുണ്ടോ എന്ന് നാം സ്വയം ചിന്തിക്കുക. മഗ്ദലക്കാരി മറിയാം ഇരുട്ടുള്ള പോലെ കല്ലറയുടെ വാതിക്കൽ ഓടിയെത്തിയെന്ന് പറയുന്നുണ്ട്. ഓടിയെത്തുമ്പോൾ അവിടെ ജീവിതത്തിൽ വലിയ ഭാരമുണ്ടായിരിക്കുന്നു. അവിടെ ഇരിക്കുന്ന വലിയ കല്ല് ആരും മാറ്റിത്തരുമെന്ന്. പലപ്പോഴും ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നു വരുന്ന നമുക്ക് ഓരോരുത്തർക്കുള്ള ചിന്താഭാരമാണിത്. രോഗം, പ്രയാസം, പാപമാകുന്ന ബുദ്ധിമുട്ടുകളൊക്കെ ഇതൊക്കെ ആരും മാറ്റിത്തരുമെന്നുള്ള ചിന്തയോടുകൂടി ഇന്നും ദൈവത്തിൻ്റെ ആലയത്തിലിരിക്കുന്ന ധാരാളം ആളുകളുണ്ട്. തീർത്ഥാടന സമൂഹത്തിൽ സഞ്ചരിക്കുന്ന ധാരാളം ആളുകളുണ്ട്. ഓരോ തീർത്ഥാടന കേന്ദ്രത്തിൽ സംബന്ധിക്കുമ്പോഴും ആ തീർത്ഥാടന കേന്ദ്രത്തിൽ വരുന്ന ആളുകളുടെ ജീവിതം എങ്ങനെയായിരിക്കുന്നു എന്ന് പ്രത്യേകം ചിന്തിക്കുക. അവൾ കല്ലറയുടെ വാതിക്കൽ ഓടിയെത്തുമ്പോഴും അവളുടെ ജീവിതത്തിൽ വലിയ ഭാരം, അവിടെ ഇരിക്കുന്ന വലിയ കല്ലാരും മാറ്റിത്തരും. എന്നാൽ യേശു തമ്പുരാനെ കാണുവാനുള്ള അതിയായ ആഗ്രഹം, ഐ വാണ്ട് ടു സീ ജീസസ് ക്രൈസ്റ്റ്, യേശു ക്രിസ്തുവിനെ കാണണമെന്നുള്ള അതിയായ ആഗ്രഹം അവളുടെ ജീവിതത്തിൽ ഭരിച്ചു. കല്ലറയുടെ വാതിക്കൽ എത്തുമ്പോൾ കല്ലവിടെ താനെ മാറിയിരിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. തോട്ടത്തിൽ മാറി നിന്നതായ മഗ്ദലക്കാരിയെ മറിയമിന്റെ ഹൃദയം മനസ്സിലാക്കിയ ദൈവം മറിയമെന്ന് പാർച്ചൊല്ലി വിളിക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് ശൗലിനെ പൗലൂസാക്കി മാറ്റുന്നുണ്ട്. മോറിയാമരിയിലേക്ക് തന്റെ ഏകജാതനായ മകനെയും കൊണ്ടുപോകുന്ന അബ്രഹാമിനെ കാണുവാൻ കഴിയുന്നുണ്ട്. ആ കഥകളൊക്കെ നമുക്കറിയാം, അത് വിവരിക്കുവാനായിട്ട് സാധ്യമല്ല. അബ്രഹാം തന്റെ കയ്യിൽ കത്തിയെടുത്ത് മകനെ യാഗമർപ്പിക്കുവാനായിട്ട് തുടങ്ങുമ്പോൾ അബ്രഹാം എന്ന് പാർച്ചൊല്ലി വിളിച്ചു. ഉൽപ്പത്തി പുസ്തകത്തിൽ ഖായിനെ നിന്റെ അനുജനായ ഹാബേൽ എവിടെയും ദൈവം ചോദിക്കുന്നുണ്ട്. അവിടെ ഖായിനെ എന്ന ദൈവം വിളിച്ചത്, ഹാബേലെ എന്ന് വിളിച്ചില്ല. ഖായിനെ നിന്റെ അനുജനായ ഹാബേൽ എവിടെയും ചോദിച്ചപ്പോൾ ഞാൻ എൻ്റെ സഹോദരൻ വാതിൽ കാവൽക്കാരനാണോ എന്ന് ചോദിക്കുന്നുണ്ട്. നിന്റെ സഹോദരന്റെ രക്തം ഭൂമി നിന്നോട് നിലവിളിക്കുന്നു. അതിനുശേഷം സഖായുടെ ജീവിതത്തിൽ യെരൂശലേമിലേക്ക് പോകുന്ന ദൈവത്തെ കാണുവാൻ അതിയായ ആഗ്രഹം പൂണ്ടതായ സഖായി ഓടി യേശുവിനെ കാണുവാനായിട്ട് മുമ്പിൽ കടന്നു എന്ന് പറയുന്നുണ്ട്. മുമ്പിൽ കടക്കുമ്പോൾ അവൻ യേശു തമ്പുരാനെ കാണുവാനായിട്ട് സാധിക്കുന്നില്ല. അങ്ങനെ ഇരിക്കുന്നതായ സഖായി ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഉയരത്തിലേക്ക് ഉയരുവാൻ തക്കവണ്ണം താണ അവസ്ഥയിൽ നിന്ന് ഉയരത്തിലേക്ക് ഉയരുന്ന അനുഭവം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. താണ നിലയിൽ നിന്ന് അവന് ഉയരത്തിലേക്ക് കയറി അത്തിവൃക്ഷത്തിന്റെ മുകളിൽ ഇരുന്നു കൊണ്ട് ദൈവത്തെ കാണുവാനായിട്ട് ദർശിക്കുന്നു. അതുകൊണ്ട് നാം ദൈവത്തിന്റെ ആലയത്തിൽ കടന്നു വരുമ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഉയരത്തിലേക്ക് ഉയരുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അവിടെ ഉയരത്തിൽ ഇരുന്നു കൊണ്ട് ദൈവത്തെ കാണുന്നു. ദൈവം തമ്പുരാൻ അത്തിയുടെ ചൂട്ടിൽ കടന്നു വന്നപ്പോൾ
സഖായിയെ, നീ വേഗം ഇറങ്ങി വരിക, ഇന്ന് എനിക്ക് നിന്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു പറഞ്ഞു. യേശു തമ്പുരാനെ സന്തോഷത്തോടെ സഖായി ഭവനത്തിൽ സ്വീകരിച്ചു എന്ന് പറയുന്നുണ്ട്. അത് മാത്രമല്ല, സന്തോഷത്തോടെ ഭവനത്തിലേക്ക് സ്വീകരിച്ചതായ സഖായുടെ ജീവിതത്തിൽ രൂപാന്തരമുണ്ടായി. അവന്റെ വസ്തുക്കളെ പകുതി ദരിദ്രർ കൊടുത്തു. അന്യായമായി സമ്പാദിച്ചത് 4 ഇരട്ടി വീണ്ടും കൊടുക്കുന്നുണ്ട്. ഐ റിഡീംഡ് യു, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു. രോഗത്തു നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന്, രോഗങ്ങളിൽ നിന്ന്, ശത്രുക്കൾ നോക്കിയും കാത്തു പരിപാലിക്കുന്ന ഒരു ദൈവം. രണ്ടാമത് പറയുന്നു, ഞാൻ നിന്നെ പാർച്ചൊല്ലി വിളിച്ചിരിക്കുന്നു. വേദപുസ്തകത്തിൽ അനേകം പേരെ ദൈവം തമ്പുരാൻ പാർച്ചൊല്ലി വിളിക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. മൂന്നാമത് ഇവിടെ പറയുന്നുണ്ട്, നീ എനിക്കുള്ളവൻ തന്നെ. വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടിയുണ്ട്, അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയില്ല. ജീവിതത്തിൽ കഷ്ടങ്ങളും പ്രയാസങ്ങളും നൊമ്പരങ്ങളൊക്കെയും വരുമ്പോൾ നിരാശപ്പെട്ടു പോകാതെ ദൈവത്തിലേക്ക് കണ്ണുകൾ ഉയർത്തുവാൻ തക്കവണ്ണം എനിക്ക് നിങ്ങൾക്ക് സാധിക്കണം. ചന്ദ്രകമേശക്ക് അഭേന്ദ്ര ഗോപ് പ്രാർത്ഥനയോടിരുന്നു. അഗ്നികുണ്ഡത്തിൽ എറിഞ്ഞപ്പോഴും അവരുടെ കൂടെ ദൈവം തമ്പുരാൻ വസിക്കുന്നതായിട്ട്, പ്രാർത്ഥിക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. മാർത്തസ്മൂനിയമ്മ തന്റെ മുമ്പിൽ തന്റെ 7 മക്കളെയും വെട്ടിക്കൊല്ലുമ്പോഴും ധൈര്യമുള്ളവളായി ദൈവത്തെ സ്തുതിക്കുന്ന മാർത്തസ്മൂനിയമ്മയെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ജീവിതത്തിൽ കഷ്ടങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ നാം നിരാശപ്പെട്ടു പോകാതെ ആത്മാവിൽ നിറവുള്ളവരായി ദൈവം എനിക്കുള്ളവരെന്ന് പറയുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തിൽ നാം ഇടയാകേണ്ടിയിരിക്കുന്നു. ഈ പ്രാർത്ഥന യോഗത്തിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ പിതാക്കന്മാരെയും, റംബാച്ചന്മാരെയും, വൈദിക ശേഷിയും വിശ്വാസികളെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, ഞാൻ നിന്നെ പാർച്ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ. കർത്താവിൽ വാത്സല്യമുള്ളവരെ, എല്ലാ വർഷവും, കഴിഞ്ഞ കാലങ്ങളിൽ എല്ലാ വർഷവും നാം പെരുന്നാൾ, പരിശുദ്ധനായ പരിമളത്തിരുമയുടെ പെരുന്നാൾ ആഘോഷിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ രൂപാന്തരം ഉണ്ടാകുന്നില്ല എങ്കിൽ നമ്മുടെ പെരുന്നാളുകളുടെ അവസ്ഥ എന്താകും നാം പ്രത്യേകം മനസ്സിലാക്കുക. അതുകൊണ്ട് ഓരോ വർഷവും പെരുന്നാൾ ആഘോഷിക്കുമ്പോഴും ഓരോ ദിവസവും സഖായി ഉയരത്തിലേക്ക് കയറിയതുപോലെ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഉയരത്തിലേക്ക് ഉയർന്നുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം നല്ല സാക്ഷ്യമുള്ളവരായി, ദർശനമുള്ളവരായി ഈ ലോകത്ത് ജീവിപ്പാൻ ദൈവം തമ്പുരാൻ ഇടയാക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ അധ്യക്ഷ പ്രസംഗത്തിൽ നിന്ന് ഞാൻ അഭിരമിക്കുന്നു. ദൈവം തമ്പുരാൻ നമ്മെ എവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ ഈ ഓർമ്മ പെരുന്നാളിൽ ജീവിത ദർശനം തിരിച്ചറിയണമെന്ന് ശക്തമായ ആഹ്വാനം നൽകിയ പ്രസിഡന്റ് തിരുമേനിയുള്ള നന്ദിയും ആദരവും അറിയിക്കുന്നു. ഈ ധ്യാനയോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുവാൻ തക്കവണ്ണം ജനപ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റ് അഭിവന്യ പൊളിക്കർപ്പോസ് തിരുമേനിയെ ആദരപൂർവ്വം ക്ഷണിക്കും. ദൈവത്തിന്റെ വന്യ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന 2 സഹോദര മെത്രാപ്പൊലീത്തന്മാരാണ് എൻ്റെ അടുത്തും വലത്തും ഉള്ളത്. തിരുമേനിമാരെ, ഏറ്റവും സ്നേഹിക്കുന്ന റമ്പാച്ചന്മാരെ, സ്നേഹം നിറഞ്ഞ വൈദികരെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, ഈ പ്രാർത്ഥനായോഗത്തിൻ്റെ ഈ വർഷത്തെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുവാൻ ദൈവം തന്ന അവസരത്തിന് നന്ദി പറയുകയാണ്. വളരെയേറെ നിറഞ്ഞ സന്തോഷത്തോടു കൂടിയാണ് നിൽക്കുന്നത്. നിങ്ങളുടെ പ്രസിഡന്റ് തിരുമേനി തുടക്കത്തിൽ തന്നെ നമ്മളോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, എനിക്ക് ദൈവമാര്, തിരിച്ച് ദൈവവും നമ്മെക്കുറിച്ച് എന്ത് പറയും? അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നമുക്ക് ഒത്തിരിയേറെ കാര്യങ്ങൾ തിരുവനന്തപുരത്തുകൊണ്ട് പറഞ്ഞു തരികയുണ്ട്. അടുത്ത ഞായറാഴ്ചത്തെ വായനയിലും ചോദ്യം ഇതുതന്നെയാണ്. കൈസരിയ ഫിലിപ്പയിലേക്ക് പോയ കർത്താവും ശിഷ്യന്മാരോട് ചോദിക്കുന്നു, ജനങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? തിരിച്ച് പത്രോസിനോട് വീണ്ടും ചോദിക്കുന്നു, നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു എന്ന്. ഈ ചോദ്യം പ്രാർത്ഥനായോഗത്തിന് കൂടി വരുന്നവരും പ്രാർത്ഥിക്കുന്നവരുമായ എൻ്റെയും നിങ്ങളുടെയും മനസ്സിൽ ശരിയായിട്ട് പ്രതിധ്വനിച്ചാൽ മാത്രമേ പ്രാർത്ഥന ശരിയാവുകയുള്ളൂ. പ്രാർത്ഥിക്കാനായിട്ട് നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം, എൻ്റെ ദൈവം എനിക്ക് ആര്, എൻ്റെ ദൈവം എനിക്ക് ആരെന്നുള്ളതായ പൂർണ്ണമായ ബോധ്യം വന്നാൽ പ്രാർത്ഥനയാവും. ആ ഒരു പൂർണ്ണ ബോധ്യം ഉണ്ടായിരുന്ന ഒരു മഹൽ വ്യക്തിയുടെ മധ്യസ്ഥതയിലാണ് ഞാനും നിങ്ങളും അഭയം പ്രാപിക്കുന്നത്. ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് വളരെ ചുരുങ്ങിയ ജീവിത കാലഘട്ടം ഈ മലങ്കര സഭയ്ക്ക് അനേകം കാര്യങ്ങൾ ചെയ്ത മാതൃകയായി ജീവിച്ച ഒരു പരിശുദ്ധന്റെ മധ്യസ്ഥതയിലാണ് നാം അഭയം പ്രാപിക്കുന്നത്.
എനിക്കാര് എന്ന് പരിമല തിരുമേനി കാണിച്ചു തന്നിട്ടുണ്ട് നമുക്ക്. ആ പരിമല തിരുമേനിയുടെ മധ്യസ്ഥയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുകയും ഇവിടെ ഈ മീറ്റിംഗ് കൂടുകയും ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം, എൻ്റെ കർത്താവ് എനിക്കാര്. സങ്കീർത്തനക്കാരൻ പറയുന്ന 34-ാം സങ്കീർത്തനത്തിൽ എന്താ പറയുന്നത്? യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുക, അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവൻ. ദൈവം തമ്പുരാൻ നല്ലവനെന്നുള്ളതായ ബോധ്യം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. ഒന്നാമതായിട്ട് ഈ ഉദ്ഘാടന മീറ്റിംഗിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അതാണ്. എൻ്റെ ദൈവം എനിക്കാര്. ഈ ഒരു ബോധ്യത്തോടെ നമ്മൾ പ്രാർത്ഥനയോഗങ്ങൾ സംഘടിപ്പിക്കുകയാണെങ്കിൽ നമ്മുടെ ഇടവകയിൽ അതൊരു വിളക്കായിരിക്കും. പ്രാർത്ഥനയോഗം സമൂഹത്തിലുള്ളവരെ നമ്മൾ പിന്നെ വിളിക്കാൻ പോകണ്ട, തന്നെ വന്നോളൂ, ആളെ കൂട്ടാൻ നിൽക്കണ്ട. അതിന് പ്രവർത്തിക്കുന്ന ഓരോരുത്തരുടെയും മനസ്സിൽ എൻ്റെ ദൈവം എനിക്ക് മതിയായവനാണെന്നും ഈ പ്രാർത്ഥനായോഗം അനുഗ്രഹമായിട്ട് നടത്തുവാൻ ദൈവം തമ്പുരാൻ ശക്തീകരിക്കുമെന്നുള്ളതായ ബോധ്യം മനസ്സിലുണ്ടായിരിക്കണം. രണ്ടാമതായിട്ട് എനിക്ക് ഇതിനോടനുബന്ധിച്ച് പറയാനുള്ളത്, മധ്യസ്ഥ പ്രാർത്ഥനയാണ് പ്രാർത്ഥനായോഗത്തിന്റെ വേറൊരു വിഷയം. കൊലോസ്യർ 4-ാം അധ്യായം നിങ്ങൾ വായിക്കണം. 4-ാം അധ്യായത്തിൽ പ്രാർത്ഥിക്കുന്നുണ്ട്, പറയുന്നുണ്ട് നിങ്ങൾ പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പീൻ. എന്നിട്ട് പൗലോസ്ലീഹ പറയുന്നുണ്ട് നിങ്ങൾ എനിക്ക് വേണ്ടിയും പ്രാർത്ഥിപ്പീൻ. എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളായ നിങ്ങളോട് ചോദിക്കാനുള്ളത്, എല്ലാ കുർബാനയിലും നിങ്ങൾക്ക് വേണ്ടി ബലിയർപ്പിക്കുന്ന നേതൃത്വം കൊടുക്കുന്ന വൈദികനായാലും മെത്രാപ്പൊലീത്തയായാലും നിങ്ങളോട് പറയും, നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പീനെന്ന്. ഈ ഇരിക്കുന്നതിൽ എത്ര പേര് പ്രാർത്ഥിക്കുന്നുണ്ട്? കൈ പൊക്കാമോ? അതാ നമ്മുടെ സഭയുടെ കുഴപ്പം. ഒന്ന് കൈ പൊക്കിയേ. പ്രാർത്ഥിക്കുന്നവര് ആ മീൻ അപ്രകാരം ചെയ്തോളാന്നാ പറയുന്നത്. പൗലോസ്ലീഹ പറയുന്നു, വീണ്ടും വണ്ണം വചനം സംസാരിക്കാൻ കഴിയേണ്ടത് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പി. മധ്യസ്ഥ പ്രാർത്ഥനയില്ലാതെ നമുക്ക് പറ്റില്ല, മുന്നോട്ട് പോകാനൊക്കത്തില്ല. മധ്യസ്ഥ പ്രാർത്ഥന കടന്നുപോയവർ മാത്രം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതല്ല, ജീവനോട്ടിരിക്കുന്ന ഞാനും നിങ്ങളും ചെയ്യേണ്ടതായ ഒരു വലിയ സംഗതിയാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന നിങ്ങളെല്ലാവരും ഇന്ന് തീരുമാനിക്കണം, ഞാൻ എൻ്റെ സഭയ്ക്ക് വേണ്ടി, എനിക്ക് പ്രിയപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടി, എൻ്റെ സമൂഹത്തിന് വേണ്ടി, എന്നെ നടത്തുന്ന വൈദികർക്ക് വേണ്ടി, എന്നെ നടത്തുന്ന സഭയുടെ മെത്രാപ്പൊലീത്തന്മാർക്കും അതുപോലെ തന്നെ സഭയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് ഒരു ദൃഢപ്രതിജ്ഞ എടുക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ സഭ അനുഗ്രഹമാവുള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും കുറവുകളോ കുറ്റങ്ങളോ ഉണ്ടെന്ന് മനസ്സിൽ തോന്നുന്ന പക്ഷം നിങ്ങൾ പ്രാർത്ഥന വയ്ക്കൂ. ദൈവം തമ്പുരാൻ തീർച്ചയായിട്ടും അത് അനുഗ്രഹമാക്കി തീർക്കും. പ്രാർത്ഥിക്കുന്ന സമൂഹമായിരിക്കാൻ, മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്ന സമൂഹമായിരിക്കാൻ നമുക്ക് കഴിയട്ടെ. അതിന് ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് യഹോവ ആരെന്നുള്ള ബോധ്യം നമ്മുടെ മുമ്പിൽ മനസ്സിലുണ്ടാകുക എന്നുള്ളതാണ്. യഹോവ എൻ്റെ ദൈവം എനിക്ക് മതിയായവനാണ്. ആ മതിയായവനായ ദൈവത്തിന് മുമ്പാകെ, ദൈവമേ ഞാനിത് അടുത്ത് വരുന്നു. ഞങ്ങൾക്ക് 100 വർഷങ്ങൾക്ക് മുമ്പ് മാതൃകയായി ജീവിച്ച് കടന്നു പോയതായ പരിശുദ്ധ പരിമല തിരുമേനിയുടെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് ഞങ്ങൾ കടന്നു വരുന്നു. ഞങ്ങളെ അനുഗ്രഹിക്കണം. ഞങ്ങളെ മാത്രം പറയാം, എൻ്റെ കാര്യം മാത്രം പറയാൻ കൂടിയാ പോരാ. മറ്റുള്ള നമുക്ക് അറിയുന്നോളും നമുക്ക് ശത്രുക്കളായവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ കടമയാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ വാക്കിയൊരുക്കുന്നു. എല്ലാ അനുഗ്രഹങ്ങളും നേർന്നുകൊണ്ട് ഈ പ്രാർത്ഥനായോഗത്തിന്റെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. ഈ പ്രാർത്ഥനായോഗത്തിന്റെ ധ്യാനയോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത വന്യ പൊളക്കീർപ്പാസ് തിരുമേനിയോടുള്ള ആദരവും സ്നേഹവും പ്രാർത്ഥനായോഗത്തിന് വേണ്ടി അറിയിക്കുന്നു. ഈ ധ്യാനയോഗത്തിന് ആശംസകൾ നേരുവാൻ നാഗപ്പൂർ വൈദിക സെമിനാരി അധ്യാപകനും അഹമ്മദാബാദ് ഭദ്രാസന അധിപനുമായ അഭിമന്യ യൂലിയോസ് തിരുമേനിയെ ക്ഷണിക്കുന്നു. നാമം മഹത്വപ്പെടുമാറാകട്ടെ. അഭിമന്യരായ പിതാക്കന്മാരെയും വന്യ റമ്പാച്ചന്മാരെയും വൈദിക ശ്രേഷ്ഠരെയും മലങ്കര സഭയുടെ പ്രാർത്ഥനാ യോഗ പ്രസ്ഥാനത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ഇന്ന് ഈ പരിമല പരിശുദ്ധമായ ദേവാലയത്തിൽ ധ്യാനയോഗത്തിനായിട്ട് വന്നിരിക്കുന്ന വിശ്വാസികളായ നാനാജാതി മതസ്ഥരായ പ്രിയപ്പെട്ട ഏവരുമേ, ലക്ഷോപലക്ഷം ആളുകൾ ലോകമെമ്പാട് നിന്നും പരിമലയിലേക്ക് ഒഴുകുന്നതായ ഒരു കാലഘട്ടമാണ് ഈ പരിമല പെരുന്നാളിനോട് അനുബന്ധിച്ചുള്ള പെരുന്നാൾ വാരം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഒക്ടോബർ മാസം 30-ാം തീയതി മുതലെങ്കിലും പല ഭാഗങ്ങളിൽ നിന്നും പ്രാർത്ഥനയോടും ധ്യാനത്തോടും കൂടി അനേകം ആളുകൾ പദയാത്രകളായി പരിമലയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്.
ലോകം മുഴുവൻ ഒരു വിശുദ്ധൻ്റെ ധന്യ ജീവിതത്തെ ആദരിക്കുന്ന, ആ ധന്യ ജീവിതത്തിലേക്ക് അടുത്തു വരുന്ന എല്ലാവർക്കും പരിശുദ്ധിയുടെ അനുഗ്രഹത്തിൻ്റെ പരിമളം വിതറിക്കൊടുക്കുന്ന ഒരു വലിയ പ്രതിഭാസമാണ് പലിമരയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ബലഹീനനായ ഞാൻ ഇവിടെ സ്മരിക്കപ്പെട്ടതുപോലെ നോർത്ത് ഇന്ത്യയിൽ, പ്രത്യേകിച്ച് വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിൽ പാകിസ്ഥാൻ്റെ ബോർഡറൊക്കെ ആയിരിക്കുന്ന ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ് തുടങ്ങിയ സ്ഥലങ്ങളിലുള്ള ചെറുതും വലുതുമായ ഏകദേശം 40ഓളം ദേവാലയങ്ങളും അതിനോട് ഉള്ള അനുബന്ധ സ്ഥാപനങ്ങളുടെയും ഒക്കെ ചുമതലയും, അതിനോട് ചേർന്ന് തന്നെ അറബിക്കടലിന് മറുഭാഗത്ത് ഒമാൻ, യമൻ തുടങ്ങിയ രാജ്യങ്ങളിലുള്ള വിശ്വാസികളുടെയും ചുമതലയുള്ള മലങ്കര സഭയുടെ ഒരു മെത്രാപ്പോലിത്തയാണ്. ആ പ്രദേശങ്ങളിലൊക്കെയും പോകുമ്പോൾ ഇവിടുത്തെ ആളുകളൊക്കെയും വളരെ നോമ്പോടും ഉപവാസത്തോടും കൂടിയാണ് ഈ ദിവസങ്ങളിൽ പരുമലയിൽ എത്തുവാൻ തക്കവണ്ണം വളരെ നേരത്തെ പ്ലാൻ ചെയ്തുകൊണ്ട് പെരുന്നാൾ ദിവസങ്ങളിൽ ഇവിടെ എത്തിച്ചേരുന്നത്. അവരോടൊപ്പം ഇവിടെ ആയിരിക്കാനും ഈ പെരുന്നാളിൽ പങ്കെടുക്കുവാനുമായിട്ടാണ് 2-3 ദിവസങ്ങൾ മുൻപ് മുതൽ തന്നെ ഇവിടെ വന്ന് താമസിക്കുവാൻ തക്കവണ്ണം ഇടയായിട്ടുള്ളത്. ദീർഘമായൊരു പ്രസംഗത്തിന് ഇവിടെ പ്രസക്തിയില്ല. നമുക്കെല്ലാം പ്രിയപ്പെട്ട, അറിയപ്പെടുന്ന ധ്യാന ഗുരുവായ ജേക്കബ് കോശി അച്ഛൻ നമ്മോട് സംസാരിക്കുവാനായിട്ട് ഇവിടെ ഉണ്ട്. ഒറ്റ വാക്കിൽ പറയുവാനുള്ളത്, ജീവിതത്തെ ധ്യാനമാക്കി തീർത്ത ഒരു പിതാവ്. ജീവിതത്തെ ധ്യാനമാക്കുമ്പോൾ എന്താണ് അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്? ആ വ്യക്തി ധന്യനായി തീരുകയാണ്. ധ്യാനം എന്ന പദം തന്നെ ധൻ എന്ന സംസ്കൃത റൂട്ടിൽ നിന്നാണ് വരുന്നത്. ധൻ എന്ന് പറഞ്ഞാൽ റിച്ച്നെസ് എന്നാണ്. ലോകപ്രകാരമുള്ള വെൽത്ത് അല്ല, മറിച്ച് ദ ട്രൂ റിച്ച്നെസ്. ഒരു ചിരട്ടയിൽ അത് ഓരോ ദിവസവും പാറപ്പുറത്ത് ഉരച്ച് ഒടുവിൽ അത് ഒരു ചെറിയ നാണയം പോലെയായി തീർന്നു. ഏതാനും മണി അരികൾ മാത്രം അതിൽ കയറും. പരിശുദ്ധ പരിമല തിരുമേനി ഇതാരെയും കാണിക്കുവാൻ വേണ്ടിയല്ല അത്തരത്തിലുള്ള ഒരു ജീവിത ശൈലി അവലംബിച്ചത്. മറിച്ച് അദ്ദേഹം തൻ്റെ ജീവിതത്തെ ഒരു ധ്യാനമാക്കി മാറ്റി എന്നുള്ളതാണ്. അന്നത്തെ വിശ്വങ്കരന്മാർ അദ്ദേഹത്തോട് പറ്റുന്ന രീതിയിലൊക്കെയും അപേക്ഷിക്കുകയും ആജ്ഞാപിക്കുകയും വരെ ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഗുരുവും പരിമല സെമിനാരിയുടെ സ്ഥാപകനുമൊക്കെയായ പുലിക്കോട്ടിൽ യൗസേപ്പ് മാർ ദിവന്നാസിയൂസ് രണ്ടാമൻ തിരുമനസ്സുകൊണ്ട് അദ്ദേഹത്തോട് കൽപ്പിച്ചു, തിരുമേനി എന്തെങ്കിലും കുറച്ചുകൂടെ ഭക്ഷണം കഴിക്കണം, ചികിത്സ എടുക്കണം, തിരുമേനി ജീവിച്ചിരിക്കേണ്ടത് ആവശ്യമാണ്. തിരുമനസ്സുകൊണ്ട് മറുപടി കൊടുത്തു, ഞാൻ ഈ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ ജീവിതശൈലി തുടരുവാൻ എന്നെ അനുവദിക്കണം. ഉദര സംബന്ധമായി പട്ടിണി കിടന്ന് ഉണ്ടായ അസുഖം മാറണമെങ്കിൽ സമയത്ത് ഭക്ഷണം കഴിക്കാനുള്ള ഒരു രീതി അവലംബിക്കണം. പക്ഷെ തിരുമേനി പറഞ്ഞു, എൻ്റെ പ്രിയനോട് കൂടിയുള്ള വാസമാണ് എൻ്റെ ആഹാരം. ഉപവാസം എന്ന് പറയുന്നത് ഭക്ഷണം വെടിയുക എന്നല്ല വാക്കിന്റെ അർത്ഥം, മറിച്ച് കൂടെ ഇരിക്കുക എന്നുള്ളതാണ്. ഞാൻ എൻ്റെ പിതാവിൻ്റെ കൂടെ ഇരിക്കുക, അവൻ്റെ വചനമാണ് എനിക്ക് ആഹാരം എന്ന് നമ്മുടെ കർത്താവ് കൽപ്പിച്ചു. അത് അക്ഷരാർത്ഥത്തിൽ പാലിച്ച ഒരു പിതാവ്. അങ്ങനെ ലോകത്തിൻ്റെ മോഹങ്ങളല്ല,
ദ്രവ്യമയമായ അവസ്ഥകളല്ല, മറിച്ച് ത്യാഗാത്മകമായി സമർപ്പിക്കലാണ് ധന്യതയുടെ അടിസ്ഥാനമെന്ന് ആ പിതാവ് മനസ്സിലാക്കി. അതുകൊണ്ടാണ് ലോകമെമ്പാടും ആ പരിശുദ്ധന്റെ ഖബറിടത്തിലേക്ക് ഇന്ന് ഒഴുകി എത്തുന്നത്. ഈ ധ്യാന യോഗത്തിൽ നാം പങ്കെടുക്കുമ്പോൾ ഈ വിശുദ്ധനെ പോലെ ജീവിതം ധന്യമായ അവസ്ഥയിൽ എത്തിച്ചേരുന്ന ഒരു പ്രതിഭാസമായി ഓരോരുത്തർക്കും അനുഭവപ്പെടട്ടെ. ഈ വിശുദ്ധന്റെ പ്രാർത്ഥന നമുക്കെല്ലാം കോട്ടയും കൂട്ടും കാവലുമായി തീരട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഇവിടെ കൂടി വന്നിരിക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ജീവിതത്തെ ധ്യാനത്തിലൂടെ നയിച്ച് ധന്യതയാർന്ന വ്യക്തിത്വം, മഹത് വ്യക്തിത്വമാണ് പരിശുദ്ധ പരിമല തിരുമേനി എന്ന് സംസ്കൃത ഭാഷാ പണ്ഡിതൻ കൂടിയായ അഭിമന്യ യൂലിയോസ് തിരുമേനി ആശംസകൾ അർപ്പിച്ച് ഈ ധ്യാനയോഗത്തെ ധന്യമാക്കി തിരുമേനിയോടുള്ള നന്ദിയും ആദരവും അറിയിക്കുന്നു. ഇന്നത്തെ വചന ശുശ്രൂഷയ്ക്കായി ഏറെ ആദരപൂർവം ബഹുമാന്യനായ ജേക്കബ് കോശിയച്ചനെ ക്ഷണിക്കുന്നു. വചനം ധ്യാനിക്കുമ്പോൾ എൻ ഹൃദയം ആശ്വസിക്കും. കോരേരോളിൽ താഴ്വരയിൽ ദീപമാതായി നിൻമൊഴികൾ. കോരേരോളിൽ താഴ്വരയിൽ ദീപമാതായി നിൻമൊഴികൾ. ഒരു നിമിഷം ദൈവ തിരുസന്നിധി തലവണക്കി ഇന്നത്തെ ശുശ്രൂഷയുടെ അനുഗ്രഹകരമായ പൂർത്തീകരണത്തിന് വേണ്ടി ദൈവകൃപ നമുക്ക് യാചിക്കാം. ബാറക്കുമോർ. സർവാധിപതിയും സർവശക്തനും മഹാകാരുണ്യവാനുമാകുന്ന ദൈവമായ കർത്താവേ, വിവിധ സ്ഥലങ്ങളിലായിരുന്ന ബലഹീനദാസന അടിയങ്ങൾക്ക് അവിടുത്തെ സാന്നിധ്യം ഏറ്റവും കൂടുതൽ അനുഭവിച്ചറിയുവാൻ ഞങ്ങളെ സഹായിക്കുന്ന പരിശുദ്ധനായ പരിമല തിരുമയുടെ മധ്യസ്ഥ കൂടുതൽ അനുഭവവേദ്യമാക്കി തീർക്കുവാൻ തക്കവണ്ണം സഹായകരമായി തീരുന്ന ഈ പരിശുദ്ധ ദേവാലയത്തിൽ ഒരുമിച്ച് കൂടുവാൻ, തിരുവചന ശ്രവണത്തിനും ധ്യാനത്തിനുമായിട്ട് ദൈവ തിരുസന്നിധി അടുത്തു വരുവാൻ അവിടുന്ന് നൽകിയ സാവകാശത്തെയും അനുഗ്രഹത്തെയും ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് അവിടുത്തെ സ്തുതിക്കുന്നു. ദൈവമായ കർത്താവേ, അവിടുന്നാണ് ഞങ്ങളെ ഇവിടെ കൂട്ടിവരുത്തിയത് എന്നുള്ള തിരിച്ചറിവ് ഞങ്ങൾക്ക് നൽകണമേ. അവിടുന്ന് ഞങ്ങളെ കൂട്ടിവരുത്തിയെങ്കിൽ ഞങ്ങളെക്കുറിച്ച് അവിടുത്തേക്കൊരു ഉദ്ദേശമുണ്ട്. അത് ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറ്റുമെന്ന ഒരു ദൃഢനിശ്ചയം ചെയ്യുവാൻ ദൈവമേ ഇന്ന് സംഗതിയാക്കണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ശിഷ്യനായ പത്രോസ് യെരൂശലേമിന്റെ തെരുവീഥിയിൽ നിന്നുകൊണ്ട് ദൈവവചനം പ്രഘോഷിക്കുന്നു. ദൂരെ നിന്നും ചാര നിന്നുമായി ധാരാളം ആൾക്കാർ അവിടെ വന്നുകൂടി പത്രോസിന്റെ പ്രസംഗം അവരവരുടേതായ ഭാഷകളിൽ മനസ്സിലായി എന്ന തിരുവചനം സാക്ഷിക്കുന്നു. ദൈവമായ കർത്താവെ, ഞങ്ങൾ ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി മനസ്സിലാക്കുവാൻ കൃപയരുളണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, തിരുപ്പിറവിയിൽ അവിടുത്തെ ദർശിപ്പാൻ തക്കവണ്ണം എത്തിച്ചേർന്ന വിദ്വാൻമാർ അവർ തിരികെ പോകുന്നതിനെ കുറിച്ച് തിരുവചനം സാക്ഷിക്കുന്നു. വന്ന വഴിയല്ല മറുവഴിയായിട്ട് തിരികെ പോയി എന്ന ഈ പെരുന്നാളോടുകൂടെ ജീവിതത്തിന് സമൂലമായ ഒരു പരിവർത്തനം വരുത്തുവാൻ ആവശ്യമായ അനുഗ്രഹവും കൃപയും ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, വചനം അവിടുത്തെ വകയാണ്. തിരുവചന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്ന ബലഹീനദാസനായ അടിയൻ അവിടുത്തെ കൈപ്പണിയും കരവിരുതുമാണ്. എൻ്റെ ജീവിതത്തിൻ്റെ വാക്കുകൾ കൊണ്ടോ ചിന്തകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ വന്നു പോയിട്ടുള്ള അപരാധങ്ങൾ നിമിത്തം അവിടുത്തെ വചനം എന്നിൽ നിന്ന് നിരോധിച്ചു കളയരുതേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു.
പരിശുദ്ധാത്മാവിൽ നിറഞ്ഞും എരിഞ്ഞും ഈ ശുശ്രൂഷ നിർവഹിക്കപ്പെടുവാൻ സഹായിക്കണമേ. വന്നതുപോലെ തിരിച്ചു പോകുവാൻ ഇടയാകരുതേ കർത്താവേ. പുതിയ ദിശാബോധത്തോടെ, ശരിയായ ദിശാബോധത്തോടെ ഞങ്ങളുടെ ജീവിതത്തെ ക്രമീകരിക്കപ്പെടുവാൻ ഈ തിരുവചന കേൾവി മുഖാന്തരമായി തീരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വാങ്ങിപ്പോയൊരു നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും, ആയതിപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. ഞാൻ ഏറ്റവും സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന സുൽത്താൻ ബത്തേരി ഭദ്രാസനാധിപനും അഖില മലങ്കര പ്രാർത്ഥന യോഗത്തിൻ്റെ പ്രസിഡന്റുമായിരിക്കുന്ന അഭിമന്യനായ എപ്പിഫാനിയോസ് തിരുമനസ്സുകൊണ്ട്, ആദരണീയരായ റംബോച്ചന്മാർ, ആദരണീയരായ വൈദിക ശ്രേഷ്ഠര്, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, അഖില മലങ്കര പ്രാർത്ഥന യോഗത്തിൻ്റെ ആഭിമുഖ്യത്തിൽ പരിശുദ്ധമായ ഈ ദേവാലയത്തിൽ പെരുന്നാളിനോട് അനുബന്ധിച്ച് ഇങ്ങനെ ഒരു ധ്യാനയോഗം ക്രമീകരിക്കുവാനിടയായതിലും അതിൽ അല്പസമയം ദൈവികമായ ചിന്തകൾ പങ്കിടുവാൻ അവസരം ലഭിച്ചതിലും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. എന്നെ ക്ഷണിച്ച ഇതിൻ്റെ പ്രവർത്തകരോടുള്ള നന്ദിയും സ്നേഹവും ആമുഖമായിട്ട് അറിയിക്കുകയാണ്. സ്വാഗത പ്രസംഗകനായ ആദരണീയനായ പ്രസ്ഥാനത്തിൻ്റെ ജനറൽ സെക്രട്ടറി കൂടിയായിരിക്കുന്ന എബിയച്ചൻ പറഞ്ഞു, വന്നതുപോലെ തിരിച്ചു പോകാൻ വേണ്ടിയല്ല നമ്മൾ ഈ ധ്യാന യോഗത്തിന് വന്നിരിക്കുന്നത്. നാം ആയിരിക്കുന്ന അവസ്ഥയെക്കുറിച്ച് ശരിയായ അവബോധമുണ്ടാക്കുക, ആകേണ്ടുന്ന അവസ്ഥയെക്കുറിച്ച് ശരിയായി മനസ്സിലാക്കുക, അങ്ങനെ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ആകേണ്ടുന്ന അവസ്ഥയിലേക്ക് നിങ്ങളെ എത്തിക്കുന്നതിന് പര്യാപ്തമാകുന്ന ചിന്തകളാണ് ഈ ധ്യാന യോഗത്തിലൂടെ നിങ്ങളുടെ ശ്രദ്ധയ്ക്കും ധ്യാനത്തിനുമായിട്ട് കൊണ്ടുവരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. വിശുദ്ധ വേദപുസ്തകത്തിൽ പരാമർശിക്കുന്ന ഒരു മുൾച്ചെടിയെക്കുറിച്ചും ഒരു ഗോവണിയെക്കുറിച്ചും ചില ആശയങ്ങൾ പങ്കിടുകയാണ്. മുൾപ്പടർപ്പിനെ കുറിച്ച് പറയുന്ന വേദഭാഗം പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. സ്വർഗത്തെയും ഭൂമിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഗോവേണിയെ കുറിച്ച് പറയുന്നത് ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. 1 മുതൽ ഏകദേശം 22-ാം വാക്യം വരെ പ്രത്യേകമായിട്ട് നമ്മളിവിടെ ഈ സംഭവത്തെ കുറിച്ചൊക്കെ വായിക്കുന്നുണ്ട്. മുൾപ്പടർപ്പും ഗോവേണിയും ഇത് നമ്മുടെ ജീവിതത്തിന് നൽകുന്നതായ ചില സന്ദേശങ്ങളാണ് നിങ്ങളുടെ ശ്രദ്ധയ്ക്കും ധ്യാനത്തിനുമായിട്ട് കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നത്. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ നാം കാണുന്നു, അമ്മായിയപ്പനായ യെത്രോവിന്റെ ആടുകളെ മേയിച്ചുകൊണ്ട് മരുഭൂമിക്കപ്പുറം ദൈവത്തിന്റെ പർവ്വതമായ ഹോറേബ് വരെ മോശെ എത്തുന്നു. സാധാരണ ഇടയന്മാർ കാണുന്ന ഒരു ദൃശ്യമുണ്ട്. വെയിലിന്റെ കാഠിന്യം കൊണ്ട് മുൾപ്പടർപ്പ് എരിയുന്നത് സാധാരണ ദൃശ്യമാണ്. മോശ ഹോറേബിന്റെ പർവ്വതത്തിന്റെ അരികിൽ വരുമ്പോൾ കാണുന്ന ദൃശ്യം സാധാരണ ദൃശ്യം. പക്ഷെ ഈ സാധാരണ ദൃശ്യത്തിൽ ഒരു അസാധാരണത്വം മോശ ദർശിക്കുകയാണ്. സാധാരണയായി മുൾപ്പടർപ്പ് കത്തിയാൽ നിമിഷങ്ങൾക്ക് അത് വെന്ത വെണ്ണീറായി മാറും. എന്നാൽ ഇവിടെ ഈ മുൾപ്പടർപ്പ് എരിയുന്നുണ്ട്, പക്ഷെ വെന്ത വെണ്ണീറായി തീരുന്നില്ല. ഇത് അത്ഭുതമായിരിക്കുന്നല്ലോ എന്ന് കരുതി മുൾപ്പടർപ്പിനെ മോശ സമീപിക്കുന്നു. അതിൽ നിന്ന് അശരീരി ഉണ്ടാകുന്നു. യഹോവയുടെ ദൂതന്റെ സാന്നിധ്യമുള്ള മുൾപ്പടർപ്പാണ്. ദൈവ ശബ്ദം അതിൽ നിന്ന് പുറപ്പെടുന്നു. നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകിയാൽ കാലിൽ നിന്ന് ചെരുപ്പഴിച്ചു കളക. അതിനുശേഷം മോശയ്ക്ക് ചില നിയോഗങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. അനുഗ്രഹീത സഹോദരങ്ങളെ, നമുക്കെല്ലാവർക്കും പരിചിതമായ ഒരു സംഭവമാണ്. ഈ മുൾപ്പടർപ്പ്
ശുദ്ധിമതിയായ ദൈവമാതാവിന്റെ പഴയ നിയമ മുൻകുറിയാണെന്നും നമുക്കറിയാം. പരിശുദ്ധ പിതാക്കന്മാര് അതിനെക്കുറിച്ച് വ്യാഖ്യാനിക്കുന്നതും അതിന്റെ വേദശാസ്ത്രപരമായ അർത്ഥതലങ്ങൾ നമുക്കറിയാം. അഗ്നി ഇറങ്ങി ആവസിച്ചിട്ടും വെന്ത് വെണ്ണീറാകാതിരുന്ന ഈ മുൾപ്പടർപ്പ് പോലെ പരിശുദ്ധാത്മാവാകുന്ന അഗ്നി ഇറങ്ങി ആവസിച്ചിട്ടും മകനെ പ്രസവിച്ചിട്ടും കന്യകാത്ത നഷ്ടമാകാത്ത ശ്രീരത്നമായിരുന്നു ശുദ്ധിമതിയായ മാതാവ് എന്ന് ചൂണ്ടിക്കാണിക്കുന്നതിന് വേണ്ടി മോശ ദർശിച്ച എരിയുന്ന ഈ മുൾച്ചെടി ദൈവമാതാവിന്റെ പഴയ നിയമ പ്രതീകമായിട്ട് പിതാക്കന്മാർ ചിത്രീകരിക്കുന്നു. ഇതിന്റെ ആഴമേറിയ വേദശാസ്ത്ര ചിന്തകളിലേക്കോ വളരെ ആഴമേറിയ അർത്ഥതലങ്ങളിലേക്കോ പോകാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. മറിച്ച് മുൾപ്പടർപ്പിന് പൊതുവായി 4 സ്വഭാവങ്ങളുണ്ട്. ഈ 4 സ്വഭാവങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് ബോധ്യമാകും. ഞാനും നിങ്ങളും ഈ ചരിത്ര ലോകത്തിലായിരിക്കുന്നത് ഈ മുൾപ്പടർപ്പിന് തുല്യമായിട്ടാ. അങ്ങനെയെങ്കിൽ നമുക്കൊരു മാറ്റം ആവശ്യമാണ്. ആ മാറ്റം എവിടെ നിന്ന് സ്വീകരിക്കുമെന്ന് ചോദിച്ചാൽ, മോശ ദർശിച്ച മുൾപ്പടർപ്പിന് 4 സവിശേഷതകളുമുണ്ട്. അതൊന്ന് മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് യാക്കോബ് ദർശിച്ച ഗോവണിയെക്കുറിച്ചും ചില കാര്യങ്ങൾ മനസ്സിലാക്കാം. ഇവിടെ ആയിരിക്കുന്ന അവസ്ഥയെക്കുറിച്ച് ശരിയായ അവബോധമുണ്ടാകുവാൻ ഈ മുൾപ്പടർപ്പിന്റെ പൊതുവായ 4 സ്വഭാവങ്ങൾ നമ്മെ സഹായിക്കും. എന്താണ് എന്ന് ചോദിച്ചാൽ, 1, മുൾപ്പടർപ്പ് മണ്ണിനോട് പറ്റിച്ചേർന്ന് കിടക്കുന്ന ഒന്നാ. മുൾപ്പടർപ്പ് മണ്ണിനോട് പറ്റിച്ചേർന്ന് കിടക്കുന്ന ഒന്നാ. ഇതേ അനുഭവത്തില ഇന്നിന്റെ തലമുറ ആയിരിക്കുന്നത്. മണ്ണിനോട് ചേർന്ന് കിടക്കുന്ന അനുഭവം എന്ന് പറയുമ്പോൾ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്ന ഒരു ജീവിത ശൈലി എന്നുള്ള അർത്ഥതലത്തിലല്ല അച്ഛൻ പറയുന്നത്. മറിച്ച് ലോകത്തിന്റെ ഇമ്പങ്ങൾ ആവോളം ആസ്വദിക്കണമെന്നുള്ള വ്യഗ്രത പുലർത്തുന്ന ഒരു തലമുറയായിട്ട് ഇന്നിന്റെ തലമുറ മാറിയിരിക്കുന്നു. ഇന്നിന്റെ തലമുറ പുലർത്തുന്ന ഒരു ധാർമ്മിക പ്രമാണമുണ്ട്. ഏത് വേഴ്ചയിലും ഉൾപ്പെടാം, അബദ്ധം പറ്റരുത് എന്നുള്ള ധാർമ്മിക പ്രമാണം ഭരിക്കുന്ന മനുഷ്യരായിട്ട് ഇന്നിന്റെ തലമുറ മാറി. ഏതാനും മാസങ്ങൾക്ക് മുൻപ് പ്രസിദ്ധീകരിച്ച വനിത മാസികയിൽ കേരളത്തിന് പുറത്ത് പഠിക്കുവാൻ പോയിരിക്കുന്ന കുഞ്ഞുങ്ങൾ അവരുടെ ജീവിതത്തെ അവർ എങ്ങനെ കാണുന്നുവെന്നും ആ ജീവിതത്തിൽ അവര് സ്വീകരിച്ചിരിക്കുന്ന ആസ്വാദന രീതികളെ കുറിച്ചും ഒക്കെയുള്ള ഒരു എക്സ്ക്ലൂസീവ് റിപ്പോർട്ട് ഉണ്ടായിരുന്നു. ഇത് മൈക്കിലൂടെ പരസ്യമായി പറയാൻ എനിക്ക് പ്രയാസം. നിങ്ങളൊക്കെ അത് വായിച്ചു കാണും. ഇത്ര മ്ലേച്ഛകരമായ അനുഭവങ്ങളിലേക്ക് ഇതിന്റെ തലമുറ പോയിക്കൊണ്ടിരിക്കുക. ഈ ലോകത്തിന്റെ ഇമ്പങ്ങൾ ആസ്വദിക്കണം. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഒരു പരിധി വരെ ഈ ലോകത്തിലെ ആസ്വാദനം അത് തെറ്റാണ് എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ആസ്വാദനത്തിന് പരിധിയും പരിമിതിയും ഉണ്ടാകണം. ആത്മാവിനെ നശിപ്പിക്കുന്ന ആസ്വാദനങ്ങൾക്ക് വിട്ടുകൊടുക്കരുത് നിന്റെ ശരീരത്തെ. ആത്മാവിനെ നശിപ്പിക്കുന്ന ആസ്വാദനങ്ങൾ ഉണ്ടാകരുത്. ഇതാണ് ഈ തിരിച്ചറിവാ നമുക്ക് വേണ്ടത്. ചെറിയ ചെറിയ സുഖങ്ങൾ വലിയ വലിയ വീഴ്ചയുടെ വാരിക്കുഴികളായി മാറുമെന്ന് നീ തിരിച്ചറിയുക. ചെറിയ ചെറിയ സുഖങ്ങൾ വലിയ വലിയ വീഴ്ചയുടെ വാരിക്കുഴികളായി മാറും. ഇത് പറയുന്നത് വെറുതെയല്ല, വേദപുസ്തകം പഠിപ്പിക്കുന്ന ഒരു വലിയ സത്യം. യേശു തമ്പുരാന്റെ ശിഷ്യന്മാരിൽ പ്രബലനായിരുന്ന പത്രോസ് നിർണായകമായ നിമിഷത്തിൽ കർത്താവിനെ തള്ളിപ്പറയുന്നു. എന്തുകൊണ്ട് കർത്താവിനെ പത്രോസ് തള്ളിപ്പറഞ്ഞു എന്നതിനെ കുറിച്ച് ഒത്തിരി വ്യാഖ്യാനങ്ങളുണ്ട്. പക്ഷെ ഈ അടുത്ത സമയത്ത് ഒരു പുസ്തകം വായിച്ചപ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? എന്തുകൊണ്ട് പത്രോസ് വീണുപോയി എന്ന് ചോദിച്ചപ്പോൾ ആ ഗ്രന്ഥകർത്താവ് നൽകുന്ന ഒരു ഉത്തരവുണ്ട്. കുളിരുള്ള രാത്രിയിൽ തീകായലിന്റെ ചെറിയ സുഖം പോലും വേണ്ട എന്ന് വെക്കുവാൻ മടി കാണിച്ചതാണ് പത്രോസിന്റെ പരാജയത്തിന് കാരണമെന്ന്.
കുളിരുള്ള രാത്രിയിൽ തീകായലിന്റെ ചെറിയ സുഖം പോലും വേണ്ട എന്ന് വെക്കുവാൻ മടി കാണിച്ചതാണ് അപ്പോസ്തല സമൂഹത്തിലെ പ്രബലനായ പത്രോസിന്റെ വീഴ്ചയ്ക്ക് കാരണം. ചെറിയ ചെറിയ സുഖങ്ങൾ വലിയ വലിയ വീഴ്ചയുടെ വാരിക്കുഴികളായി മാറും. അനുഗ്രഹീത സഹോദരങ്ങളെ, മണ്ണിനോട് ചേർന്ന് കിടക്കുന്ന അനുഭവത്തിൽ നിന്ന് നിനക്ക് ഒരു പിന്മാറ്റം ആവശ്യമാ. വിശുദ്ധിയുടെ തലങ്ങളിലൊന്ന് ഉയരുവാൻ നിനക്കിടയാകണം. അല്പമെങ്കിലും വിശുദ്ധിയോടെ ഈ പെരുന്നാൾ വന്ന് സംബന്ധിക്കുവാൻ നിനക്ക് കഴിയുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും അനുഗ്രഹീതനായിട്ട് നിനക്ക് തിരിച്ചു പോകാം. ഹൈന്ദവ സഹോദരങ്ങൾ, ഈ മണ്ഡല വ്രതകാലത്ത് ശബരിമല സന്നിധിയിലേക്ക് പോകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. എൻ്റെ വീട് പുത്തൂരാണ്. റോഡിന്റെ ഓരത്താണ് എൻ്റെ വീട്. അതുകൊണ്ട് റോഡിന്റെ ഓരത്ത് താമസിക്കുന്നത് കൊണ്ട് ഒത്തിരി ഗുണങ്ങളുമുണ്ട്, ഒത്തിരി ദോഷങ്ങളുമുണ്ട്. ഗുണം എന്തെന്ന് ചോദിച്ചാൽ, ഈ റോഡിൽ നടക്കുന്ന കാര്യങ്ങൾ മുഴുവൻ ലൈവായിട്ട് വീട്ടിൽ ഇരുന്ന് കാണാം. അങ്ങനെ ഈ മണ്ഡല വ്രതകാലത്ത് ഞാൻ സ്ഥിരമായിട്ട് കാണുന്ന ഒരു കാഴ്ചയുണ്ട്. പുത്തൂരിൽ നിന്ന് കൊട്ടാരക്കരയ്ക്കുള്ള അവസാന ട്രാൻസ്പോർട്ട് ബസ് രാത്രി 8:45 മണിക്കാണ്. ഇതിൽ യാത്ര ചെയ്യുവാനും പമ്പയ്ക്ക് പോകുവാനുമായിട്ട് കൊട്ടാരക്കരയിലേക്ക് വരുവാൻ പുത്തൂരിൽ ജംഗ്ഷനിൽ നിന്ന് 1-2 കിലോമീറ്റർ ദൂരത്ത് നിന്ന് ഇരുമുടിക്കെട്ടുമായിട്ട് ഹൈന്ദവ സഹോദരങ്ങൾ ശരണം വിളികളുമായിട്ട് പോകുന്ന കാഴ്ച ഞാൻ കാണുന്നുണ്ട്. ഒരു ദിവസം ശ്രദ്ധിച്ചപ്പോഴാ ഒരു കാര്യം എനിക്ക് ബോധ്യമായത്. ഇവർ കൊണ്ടുവരുന്ന ചുമന്നുകൊണ്ടുവരുന്ന ഇരുമുടിക്കെട്ട് ഒരു കെട്ട് വലുതും ഒരു കെട്ട് ചെറുതുക. ഇതെന്താണ് ഇതിന്റെ അർത്ഥം? രണ്ടും ഒരേപോലെ ഇരുന്നാൽ അതല്ലേ ഭംഗി എന്നൊക്കെ എനിക്ക് ചിന്തയുണ്ടായി. ഇതെന്നെ ഒത്തിരി ചിന്തിപ്പിച്ചു. അങ്ങനെയുള്ള ആ ചിന്ത മനസ്സിൽ കിടക്കുന്ന കാലത്താണ് പുത്തൂർ ദേവാലയത്തിൽ പുത്തൂർ കൺവെൻഷനുമായിട്ട് ബന്ധപ്പെട്ട് കുടുംബ സംഗമത്തിന് വേണ്ടി ഒരു സ്വാമിജി വന്നു. തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ഒരു സ്വാമിജി. അദ്ദേഹമായി ധ്യാനം, ഈ കുടുംബജീവിതത്തിന്റെ ക്ലാസ്സും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ചോദിച്ചു, സ്വാമിജി, ഈ ഇരുമുടിക്കെട്ടുമായിട്ട് ഈ അയ്യപ്പന്മാർ വരുമ്പോൾ ഇതിനെന്താണ് ഈ 2 ഷേപ്പ്, ഒന്ന് ചെറുത് ഒന്ന് വലുത്, എന്താണ്? അദ്ദേഹം പറഞ്ഞു തന്ന 2 ആശയങ്ങളുണ്ട്. ഒന്ന് പറഞ്ഞു, ഇവർ ഈശ്വര സന്നിധിയിലേക്ക് പോകുമ്പോൾ ഈ 2 കെട്ടുകൾ അവിടെ ജീവിതത്തിന്റെ സുഖത്തിന്റെയും ദുഃഖത്തിന്റെയും സൂചന. എന്റെ സുഖം എന്റെ ദുഃഖം എന്ന് കരുതിയാണ് ഇവർ ഈശ്വര സന്നിധിയിൽ ചെല്ലുന്നത്. പക്ഷെ തിരിച്ചിറങ്ങി വരുന്ന ഈ അയ്യപ്പന്മാരെ ശ്രദ്ധിച്ചാൽ അറിയാം, 2 കെട്ടില്ല, ഒരു കെട്ട്. അതെന്താണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഈശ്വര സന്നിധിയിലേക്ക് ചെല്ലുമ്പോൾ അവനവന്റെ സുഖവും അവനവന്റെ ദുഃഖവുമായിട്ടാണ് ചെല്ലുന്നത്. അവിടെ ചെല്ലുമ്പോൾ അവർക്കൊരു തിരിച്ചറിവുണ്ടാകുന്നു, സുഖവും ദുഃഖവും ഈശ്വര പ്രസാദമാണെന്ന്. അതുകൊണ്ട് അതേ തിരിച്ചറിവിൽ സുഖവും ദുഃഖവും സന്തോഷത്തോടെ സ്വീകരിക്കാനുള്ള ഒരുക്കത്തോടെ അവർ തിരിച്ചിറങ്ങി വരുന്നു എന്നാണ് ഒരർത്ഥം. മറ്റൊരർത്ഥം പറഞ്ഞു. എന്താണെന്നറിയാമോ? ചെറിയ കെട്ട് ഈശ്വര സന്നിധിയിലേക്ക് അവർ വരുമ്പോ അതുവരെ അവരുടെ ജീവിതത്തിൽ ചെയ്ത സുഹൃതങ്ങളുടെ സൂചനയാ. വലിയ കെട്ട എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിൽ അതുവരെ ചെയ്തു പോയിട്ടുള്ള, അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയിട്ടുള്ള അപരാധങ്ങളുടെ സൂചനയാ. ഈശ്വര സന്നിധിയിൽ വന്ന് അവര് പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ ജീവിതത്തിൽ സുഹൃതങ്ങളെക്കാൾ കൂടുതൽ അപരാധങ്ങളാ. അതുകൊണ്ട് ഈ അപരാധങ്ങളുടെ വലിപ്പം ഗണിക്കാതെ ഈ സുഹൃതങ്ങൾ ചെറുതാണെങ്കിലും അല്പമാണെങ്കിലും ഇത് പരിഗണിച്ച് ഞങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹിക്കണമേ എന്നുള്ള പ്രാർത്ഥനാ മന്ത്രങ്ങൾ അവരുരുവിടുകയാണ്. അതാണ് അതിന്റെ അർത്ഥമെന്ന്. പ്രിയമുള്ളവരെ, പെരുന്നാളിൽ നമ്മളും വന്നു കൂടിയിരിക്കുന്നു. പ്രധാനപ്പെട്ട ദിവസത്തിലേക്ക് നമ്മൾ നടന്നെടുക്കുക. അതിനുവേണ്ടിയുള്ള ഒരുക്കം കൂടിയായി ധ്യാനം. അതുകൊണ്ട് ചിന്തിക്കുക, വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് വളരുക. അല്പമെങ്കിലും വിശുദ്ധിയോടെ ഈ ദൈവീകമായ ആരാധനയെ സംബന്ധിക്കുവാൻ, ഈ ദൈവത്തിന്റെ പരിശുദ്ധന്റെ സാന്നിധ്യമുള്ള ഈ ആലയത്തിൽ ഒത്തുചേരുവാൻ നമുക്കിടയാകട്ടെ. മണ്ണിനോട് പറ്റിച്ചേർന്ന് കിടക്കുന്ന അനുഭവത്തിൽ നിന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന വിശുദ്ധിയുടെ നിറകുടമായി, നിറവിലും തികവിലുമായി തീരുന്ന ഒരനുഭവത്തിലേക്ക് ജീവിതത്തെ കൊണ്ടുപോകുവാൻ തക്കവണ്ണം നമുക്ക് ഇടയാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. മുൾപ്പടർപ്പ് പൊതുവായിട്ട് നൽകുന്ന ഒന്നാമത്തെ സന്ദേശം ഇതാണ്. നമ്മുടെ ജീവിതത്തെ പരിശോധിക്കുവാൻ പര്യാപ്തമാകുന്ന ഒരു സന്ദേശം. മുൾപ്പടർപ്പ് മണ്ണിനോട് പറ്റിച്ചേർന്ന് കിടക്കുന്നു.
രണ്ട്, മുൾപ്പടർപ്പിന്റെ പൊതു സ്വഭാവം എന്താണെന്ന് ചോദിച്ചാൽ ഇത് കൂടുതൽ പൊക്കത്തിൽ പോകുന്ന ഒന്നല്ല. മുൾപ്പടർപ്പ് കൂടുതൽ പൊക്കത്തിൽ പോകുന്ന ഒരു ചെടിയല്ല. ഇന്നിന്റെ പൊതുവായിട്ടുള്ള ഒരു ചിത്രം, തലമുറയുടെ ചിത്രം എന്ന് എന്താണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം, എല്ലാവരും ശാരീരികമായിട്ട് പൊക്കമുള്ളവരാ, പൊക്കമുള്ള മനുഷ്യരാ ഇന്നിന്റെ തലമുറ. പക്ഷേ പൊക്കക്കുറവുള്ളത് നമ്മുടെ മനസ്സിനാ. പൊക്കമുള്ളവരാണ് നമ്മളെല്ലാവരും, പക്ഷേ പൊക്കക്കുറവുള്ളത് നമ്മുടെ മനസ്സിനാ. മനസ്സിന്റെ പൊക്കക്കുറവ് ക്രിസ്തു വീക്ഷണം പുലർത്തുന്ന, ഇടുങ്ങിയ ചിന്താഗതി ഭരിക്കുന്ന മനുഷ്യരായിട്ട് മാറുക. വിശാല വീക്ഷണം ഇല്ലാതെ, മറ്റുള്ളവനെ കരുതാനുള്ള മനസ്സില്ലാതെ നീ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുമെങ്കിൽ നീ നിരാശനായിട്ട് തിരിച്ചു പോകും. നീ എത്രമാത്രം അനുഷ്ഠാനങ്ങൾ പ്രാധാന്യമുള്ളവനായിരുന്നാലും, ആത്മീയ കാര്യങ്ങൾ തീക്ഷ്ണത കാണിക്കുന്നവനായിരുന്നാലും, ഇടുങ്ങിയ ചിന്താഗതി ഭരിക്കുന്ന മനുഷ്യനാണെങ്കിൽ നിരാശപ്പെട്ടു പോകേണ്ടതായിട്ട് വരും. നാം കാണുന്നുണ്ടല്ലോ, ധനികനായ ഒരു മനുഷ്യൻ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നിർവഹിച്ച മനുഷ്യനാ. ചെറുപ്പകാലം മുതൽ അവൻ ഭംഗിയായിട്ട് ഈ അനുഷ്ഠാനങ്ങൾ താല്പര്യമുള്ളവനാ, എല്ലാ കൽപ്പനകളും പാലിക്കുന്നവനാ. പക്ഷെ തമ്പുരാന്റെ അടുക്കൽ വന്നപ്പോൾ അവനോട് കർത്താവ് കൽപ്പിക്കുന്നുണ്ട്, ഇനി ഒരു കുറവ് നിനക്കുണ്ട്, നിനക്കുള്ളത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. അവരനെ കരുതാനുള്ള മനസ്സില്ലാത്തത് കൊണ്ട് അവൻ നിരാശനായിട്ട് പോയി. അനുഗ്രഹീത സഹോദരങ്ങളെ, മനസ്സിന്റെ പൊക്കക്കുറവ് നമുക്കുണ്ടാകരുത്. വിശാല വീക്ഷണമുള്ളവരായി, മറ്റുള്ളവരെ കരുതുന്നവരായി, നന്മ ചെയ്യുന്നവരായിട്ട് മാറണം. ദൈവ മനുഷ്യര് പോലും ചില സന്ദർഭങ്ങളിൽ ഇങ്ങനെയുള്ള ചിന്താഗതി ഭരിക്കപ്പെട്ട മനുഷ്യരായിട്ട് മാറിയിട്ടുണ്ട്. നാം കാണുന്നുണ്ട്, യോനാ പ്രവാചകന് ദൈവത്തിന്റെ അരുളപ്പാടുണ്ടാകുന്നു, നീ പുറപ്പെട്ട് നിനിവയിലേക്ക് പോകുക. യോന നിനിവയിലേക്ക് പോകാതെ തർശീസിലേക്ക് പോയി. കാരണം പലതാണ്, പക്ഷെ ഒരു കാര്യമുള്ളത്, യോന പുലർത്തിയ സങ്കുചിത ചിന്താഗതിയാണ്. അതുകൊണ്ടാണ് ദൈവകൽപ്പനയ്ക്ക് വിരുദ്ധമായിട്ട് അവന് പോകുവാൻ തക്കവണ്ണം ഇടയായത്. താൻ പോയി നിനിവയിൽ പ്രസംഗിക്കും, പുറജാതികൾ വിശുദ്ധരായിട്ട് മാറും, ദൈവരാജ്യ അനുഭവത്തിലേക്ക് അവർ പ്രവേശിക്കും. അത് ഒരു യഹൂദൻ എന്നുള്ള നിലയിൽ അവന്റെ ആ കുടുസായ ചിന്താഗതി ആധാരമാക്കി അവനത് വിശ്വസിക്കുവാനോ ആ നിലയിലേക്ക് പ്രവർത്തിക്കുവാനോ അവൻ ഇടയായില്ല. പക്ഷേ ആ കുടുസായ ചിന്താഗതിയൊക്കെ അവന് മാറുന്നുണ്ട്, ആ ഹ്രസ്വ വീക്ഷണമൊക്കെ അവന് മാറുന്നുണ്ട്. നാം കാണുന്നുണ്ട്, അവസാനം ആരെ വെറുത്തുവോ, ആരെ എതിർത്തുവോ അവർക്ക് വേണ്ടി മരിക്കാൻ പോലും തയ്യാറാകുന്ന പ്രവാചകനെയാ നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, എന്നെ എടുത്ത് വെള്ളത്തിലേക്ക് ഇട്ടോ എന്ന് പറയുവാൻ തക്കവണ്ണം അവന്റെ മനസ്സിന് മാറ്റമുണ്ടായി. അതുകൊണ്ട് ഈ പൊക്കക്കുറവുള്ളത് നമ്മുടെ ചിന്താഗതികൾക്കാണ്, നമ്മുടെ പ്രവർത്തനങ്ങൾക്കാണ്, അതുകൊണ്ട് നമ്മുടെ വീക്ഷണത്തിനാണ് എന്ന് മനസ്സിലാക്കി ഈ പൊക്കക്കുറവിന്റെ അനുഭവം ഉള്ളവരായിട്ട് നമ്മൾ മാറാതെ വിശാല വീക്ഷണമുള്ളവരായിട്ട് മാറുവാൻ നമുക്ക് ഇടയാകട്ടെ. മൂന്നാമതായിട്ട്, ഈ മുൾപ്പടർപ്പിന്റെ പൊതുവായ സ്വഭാവം എന്തെന്ന് ചോദിച്ചാൽ മൂന്നാമത്തെ ഉത്തരം, മുൾപ്പടർപ്പിൽ നിന്ന് മനുഷ്യന് പ്രയോജനമുള്ള യാതൊന്നും ലഭിക്കുന്നില്ല. മുൾപ്പടർപ്പിൽ നിന്ന് മനുഷ്യന് പ്രയോജനമുള്ള യാതൊന്നും ലഭിക്കുന്നില്ല എന്നുള്ളത് നാം മനസ്സിലാക്കണം. അനുഗ്രഹീത സഹോദരങ്ങളെ, മനുഷ്യൻ സമൂഹ ജീവിയാ, സമൂഹമായിട്ട് ബന്ധപ്പെട്ട് കഴിയേണ്ടവനാ. നിന്റെ സാന്നിധ്യം അവരന് ആശ്വാസവും സന്തോഷവും സാന്ത്വനവുമായി നീ മാറ്റിയിട്ടുണ്ടോ എന്നൊന്ന് ചിന്തിക്കണം. നിന്റെ സാന്നിധ്യം അനേകർക്ക് പ്രയോജനമായി തീരുന്നുണ്ടോ, അതോ മറ്റുള്ളവരാൽ വെറുക്കപ്പെട്ട മനുഷ്യരായിട്ട് നമ്മൾ മാറിയിട്ടുണ്ടോ എന്ന് ചിന്തിക്കണം. ആദരണീയനായ ബോബി ജോസച്ചൻ എഴുതിയ നിലത്തെഴുത്ത് എന്നുള്ള പുസ്തകത്തിൽ ഒരു സംഭവം വിവരിക്കുന്നു. അവിടെ ഒരു പുരോഹിതൻ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഒരു അനുഭവത്തെ കുറിച്ച് സാക്ഷിക്കുന്നു. അദ്ദേഹത്തിന്റെ ഇടവകയിൽ ധനികയായ ഒരു സ്ത്രീ മരിച്ചു, മക്കളെല്ലാം വിദേശത്താ. അവരെല്ലാം വന്നു, അടക്കമൊക്കെ ഗംഭീരമായിട്ട് നടത്തി. അതിനുശേഷം 7ാമത്തെ ദിവസം ഈ അമ്മച്ചിയുടെ ഇളയ മകൻ വന്ന് അച്ഛനോട് പറയുന്നു, അച്ഛാ, ഞങ്ങൾക്കൊക്കെ അവധി കുറവാ, അതുകൊണ്ട് അമ്മച്ചിയുടെ ചരമ അടിയന്തരം കൂടെ നടത്തണം. അത് ഇന്ന ദിവസം നടത്താൻ ആഗ്രഹിക്കുന്നത്,
അപ്പൊ അച്ഛൻ പറഞ്ഞു കുഴപ്പമില്ല, അന്ന് നടത്താം. അതോടൊപ്പം തന്നെ അച്ഛനോട് ഈ മനുഷ്യ ഇളയ മകന് റിക്വസ്റ്റ് നടത്തുന്നുണ്ട്. അമ്മച്ചിയുടെ കല്ലറയൊക്കെ ഗ്രാനൈറ്റ് പൊതിഞ്ഞു ഭംഗിയായിട്ട് പണിതു. എന്നാൽ അതിന്റെ മെയിൻ സ്ലാബില് അമ്മച്ചിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഒരു വാചകം എഴുതി വെക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അമ്മച്ചിയുടെ സ്വഭാവം ഭംഗിയായിട്ട് അറിയാവുന്ന അച്ഛൻ അമ്മച്ചിയുടെ സ്വഭാവം അനുസരിച്ച് ഒരു വാചകം പറഞ്ഞു തരണം. ഇത് അച്ഛനറിയാം, ഈ അമ്മച്ചിയെ ശരിയായിട്ട് അറിയാം. അച്ഛനൊരു വിഷമവൃത്തത്തിലാകും എന്ന് അച്ഛൻ അറിയാവുന്നുണ്ട്. പലപ്പോഴും അച്ഛൻ അത് ഒഴിയാൻ തക്കവണ്ണം ശ്രമിച്ചു. എന്നാൽ ഈ ഇളയ മകൻ വിടുന്നില്ല, അച്ഛൻ തന്നെ പറയണം. അങ്ങനെ നിവൃത്തിയില്ലാതെ അച്ഛൻ പറഞ്ഞു, 2 വാക്കുകൾ എഴുതുക. ഒന്ന് റിട്ടേൺഡ്, അതിനോട് ചേർന്ന് എഴുതുക അൺഓപ്പൺഡ്. റിട്ടേൺഡ് അൺഓപ്പൺ, മലയാളത്തിൽ പറഞ്ഞാൽ മടങ്ങിപ്പോയി തുറക്കപ്പെടാതെ. തുറക്കപ്പെടാതെ മടങ്ങിപ്പോയി എന്ന് എഴുതാൻ പറഞ്ഞു. അച്ഛനറിയാൻ ധനികയായ സ്ത്രീയാ, ഒത്തിരി പേരെ ശുശ്രൂഷിക്കുവാനും സഹായിക്കാനും ഒക്കെ സാധ്യത ജീവിതത്തിൽ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും പ്രയോജനപ്പെടുത്താതെ ഈ കർത്തൃദാസി കടന്നു പോയിരിക്കുക. പ്രിയമുള്ളവരെ, റിട്ടേൺഡ് അൺഓപ്പൺഡ് എന്ന് തുടങ്ങുന്ന ഇതുപോലെയുള്ള പാഴ്വാക്കുകൾ കോറിയിടേണ്ട പാഴ്ജന്മങ്ങളായിട്ട് നമ്മൾ മാറിയില്ലേ എന്ന് ഒന്ന് ചിന്തിക്കുവാൻ ഈ കൂടിവരവ് മുഖാന്തരമായി തീരട്ടെ. നമ്മളൊക്കെ ദൈവസന്നിധി വന്ന് പ്രാർത്ഥിക്കാറുണ്ട്. നമ്മൾ നിരാശപ്പെട്ടു പോകാറുണ്ട്. നമ്മൾ പലപ്പോഴും ആവലാതി പറയുന്നത്, നമ്മൾ പലപ്പോഴും ആകുലപ്പെടുന്നത് ലഭിക്കാതെ പോയ സൗഖ്യങ്ങളെ ഓർത്താം. ലഭിക്കാതെ പോയ സൗഖ്യങ്ങളല്ല നിന്നെ ഭാരപ്പെടുത്തേണ്ടത്, മറിച്ച് കൊടുക്കാതെ പോയ സൗഖ്യങ്ങളാ. ഒന്ന് ചിന്തിക്കണം. ഞാൻ ആ സമയത്ത് ആ വീട്ടിൽ ഓടിയെത്തിയിരുന്നെങ്കിൽ അവൻ ആത്മഹത്യ ചെയ്യില്ലായിരുന്നു. ഞാൻ ആ സമയത്ത് അവിടെ ചെന്നിരുന്നുവെങ്കിൽ ആ കുടുംബം സഭ വിട്ടു പോവുകയില്ലായിരുന്നു. ഞാൻ ആ സമയത്ത് അവിടെ എത്തിയിരുന്നുവെങ്കിൽ അവരാരും ഈ ദേശം വിട്ടു പോവുകയില്ലായിരുന്നു. കൊടുക്കാതെ പോയ സൗഖ്യങ്ങളാണ് നിന്നെ ഭാരപ്പെടുത്തേണ്ടത്, അല്ലാതെ ലഭിക്കാതെ പോയ സൗഖ്യങ്ങളല്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, എന്റെയും നിങ്ങളുടെയും ജീവിതം അവരന് പ്രയോജനമുള്ളതായി തീരുന്നുണ്ടോ എന്നൊന്ന് ചിന്തിക്കുക. അനുഗ്രഹീത സഹോദരങ്ങളെ, ആർക്കും ഉപകാരമാകുന്നത് പ്രദാനം ചെയ്യുവാൻ മുൾച്ചെടിക്ക് കഴിയുന്നില്ല. 4, മുൾച്ചെടിയുടെ പൊതുവായ സ്വഭാവം എന്താ എന്ന് ചോദിച്ചാൽ ഇപ്രകാരം ഒരു തലക്കെട്ട് കൊടുക്കാം: കുത്തി നോവിക്കുന്നതാണ് മുൾച്ചെടി. കുത്തി നോവിക്കുന്നതാ മുൾച്ചെടി. നമ്മളിപ്പോൾ ചിന്തിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ആശയങ്ങൾ തന്നെയാ. കുത്തി നോവിക്കുന്നതാ. 2012 അവസാന മാസങ്ങളിലേക്ക് നമ്മൾ വന്നിരിക്കുക. ജനുവരി മുതൽ ഈ നവംബർ മാസം വരെ, ഈ ഒക്ടോബർ മാസം അവസാനം വരെ എത്ര പേരെ വാക്കുകൾ കൊണ്ടും പ്രവർത്തികൾ കൊണ്ടും നൊമ്പരപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ചിന്തിക്കുക. സ്നേഹിക്കുന്ന ഒരു മനുഷ്യന്റെ പെരുന്നാളാണ് നമ്മൾ ആചരിക്കുന്നതെന്ന് അഭിനന്ദനായ പ്രസിഡന്റ് തിരുമനസ്സുകൊണ്ട് പ്രസംഗിച്ചു. സ്നേഹവാനായ ഒരു പിതാവിന്റെ ഓർമ്മ പെരുന്നാളാ. നമ്മളൊക്കെ ആ സ്നേഹമുള്ള പിതാവിന്റെ, സ്നേഹവാനായ പിതാവിന്റെ ആ ജീവിതത്തിന്റെ അനുഭവങ്ങൾ, ആ നല്ല മാതൃകകൾ സ്വീകരിപ്പാൻ തക്കവണ്ണം നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ചിന്തിക്കുക. കർത്താവ് അവനെ അനുഗമിക്കുന്ന മനുഷ്യന് അവനുണ്ടായിരിക്കേണ്ട സ്വഭാവ ഗുണങ്ങളെ കുറിച്ച് സൂചിപ്പിക്കുവാൻ 2 രൂപകങ്ങളിലൂടെ പറയുന്നുണ്ട്. അതായത്, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ്, നിങ്ങൾ ലോകത്തിന്റെ ഉപ്പാണ്. ഈ 2 രൂപകങ്ങളുടെയും ഈ 2 പ്രതീകങ്ങളുടെയും പൊതുവായ സ്വഭാവങ്ങൾ എന്തെന്ന് ചോദിച്ചാൽ 2 കാര്യങ്ങളാ. ഒന്ന്, ഇതങ്ങോട്ട് കൊടുക്കത്തേ ഉള്ളൂ, ഇങ്ങോട്ടടിക്കുകയില്ല. 2, ഈ 2ഉം വേദന സംഹാരികളാ. തൊണ്ടവേദന വന്നാൽ ഉപ്പുവെള്ളം കൊള്ളും, തൊണ്ടയ്ക്ക് ക്യാൻസർ വന്നാൽ ലൈറ്റ് അടിപ്പിക്കും. 2ഉം വേദന സംഹാരികളാ. കർത്താവിനെ അനുധാവനം ചെയ്യുന്ന, കർത്താവിനെ അനുഗമിക്കുന്ന മനുഷ്യരുടെ ജീവിതത്തിൽ പുലർത്തേണ്ടതായ ജീവിത മാതൃക എന്ത്, സ്വഭാവ സവിശേഷത എന്തെന്ന് ചോദിച്ചാൽ ഈ ഗുണങ്ങളാ വേണ്ടത്. കൊടുക്കാനുള്ള താല്പര്യവും മറ്റുള്ളവരുടെ വേദനകൾ ഒപ്പിയെടുക്കാനുള്ള ആഗ്രഹവും. ഇതാണ് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കേണ്ടത്. ഇതാണ് നമ്മുടെ ജീവിതത്തിലെ സവിശേഷമായ ഗുണമായിട്ട് മാറേണ്ടത് എന്നുള്ളത് പ്രത്യേകമായിട്ട് ഓർക്കുക.
അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആർക്കും ഭാരമാകാതെ, ആർക്കും വേദന കൊടുക്കുന്നവരാകാതെ, അപരന്റെ വേദനകളെ ഒപ്പിയെടുക്കുകയും അപരന് സ്വാന്തനം പകരുകയും ചെയ്യുന്ന മനുഷ്യരായിട്ട് മാറാൻ ഒരു തീരുമാനമെടുക്കുന്നുവെങ്കിൽ ഈ ധ്യാനയോഗം അർത്ഥവത്തും പ്രയോജനപ്രദവുമായി തീർന്നു എന്ന് നമുക്ക് അവകാശപ്പെടുവാൻ തക്കവണ്ണം നമുക്ക് കഴിയും. ഈ 4 കാര്യങ്ങൾ ആമുഖമായിട്ട് പറഞ്ഞത് എന്തിന് എന്ന് ചോദിച്ചാൽ, ഞാനും നിങ്ങളും ഇന്നായിരിക്കുന്ന അവസ്ഥയെക്കുറിച്ച് ശരിയായ ഒരു അവബോധം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാ. നിശ്ചയമായിട്ടും നിങ്ങൾ എന്നോട് യോജിക്കുമെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾ ചിലപ്പോഴും മൗനമായിട്ട് പറയും, തിരുമേനിയും അച്ഛനും റമ്പാച്ചനും എല്ലാവരും, ഞങ്ങളും എല്ലാവരും ഈ നിലയിൽ തന്നെയാ. നമുക്കൊരു മാറ്റത്തിന് ഒരുമിച്ച് ശ്രമിക്കാം. എന്താണ് മോശ ദർശിച്ച ഈ മുൾപ്പടർപ്പിന്റെ സവിശേഷത? മുൾപ്പടർപ്പിന്റെ പൊതുവായ 4 ഗുണങ്ങൾ അല്ലെങ്കിൽ പ്രത്യേകതകൾ നമ്മൾ കണ്ടു. ഇത് ഞാനും നിങ്ങളും ഇന്ന് വേറിക്കൊണ്ട് ഈ ലോകത്ത് ജീവിക്കുക. നമുക്കൊരു മാറ്റം ആവശ്യമാണ്. തിരുനാളുകൾ തിരുത്തലിന് നമ്മെ തന്നെ വിധേയപ്പെടുത്തേണ്ട നാളുകളാ. ആ നിലയിൽ നമ്മുടെ ജീവിതത്തിൽ തിരുത്തൽ വേണം. മോശ ദർശിച്ച മുൾപ്പടർപ്പിന്റെ 4 സവിശേഷതകൾ. 1, അത് ദൈവ തേജസ് ഇറങ്ങി വസിച്ച മുൾപ്പടർപ്പാണ്. ദൈവ തേജസ് ഇറങ്ങി വസിച്ച മുൾപ്പടർപ്പാണ് മോശ ദർശിച്ച മുൾപ്പടർപ്പ്. മുൾപ്പടർപ്പിൽ കാണുന്ന അഗ്നി ദൈവ തേജസ്സിന്റെ പ്രതീകമാണ്. പുറപ്പാട് പുസ്തകം 24-ാം അധ്യായം 17-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, യഹോവയുടെ തേജസ്സിന്റെ കാഴ്ച പർവ്വതത്തിന്റെ മുകളിൽ കത്തുന്ന തീ കൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞു അനുഗമിച്ചിടും അവനോട് ചുവടുകളെ അനുഗമിച്ചിടും. ദൈവ തേജസ് ഇറങ്ങി വസിച്ച മുൾപ്പടർപ്പ് പോലെ ദൈവ തേജസ് ഇറങ്ങി വസിക്കുന്ന ജീവിതങ്ങളായിട്ട് നമ്മുടെ ജീവിതങ്ങൾ മാറപ്പെടണം. ദൈവ തേജസ് ഇറങ്ങി വസിക്കുന്ന ജീവിതങ്ങളായിട്ട് നമ്മുടെ ജീവിതങ്ങൾ മാറണമെങ്കിൽ 3 കാര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ കൊണ്ടുവരണം. 1, ചരിത്ര ലോകത്തിൽ ജീവിക്കുമ്പോൾ തന്നെ ദൈവവുമായിട്ട് ആളത്വപരമായ ഒരു ബന്ധം പുലർത്തുന്ന മനുഷ്യരായിട്ട് മാറണം. ചരിത്ര ലോകത്തിൽ ജീവിക്കുമ്പോൾ തന്നെ ദൈവവുമായിട്ട് ആളത്വപരമായ ഒരു ബന്ധം പുലർത്തുന്നവരായിട്ട് മാറണം. ചരിത്ര ലോകത്തിൽ ജീവിച്ചിരുന്ന ആളത്വപരമായ ഒരു ബന്ധം ദൈവവുമായിട്ട് പുലർത്തിയ ഒരു പുണ്യ പിതാവിൻ്റെ സ്മരണയാ നമ്മൾ ഇന്ന് പുലർത്തുന്നത്, നമ്മളിന്ന് ഓർക്കുന്നത്, പുതുക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആത്മീയമായ നിഷ്ഠ കൊണ്ട്, പ്രാർത്ഥനാ ജീവിതം കൊണ്ട്, ആരാധനയിൽ കാണുന്ന സജീവമായ പങ്കാളിത്തം കൊണ്ട് ദൈവവുമായിട്ട് ആളത്വപരമായി ബന്ധം പുലർത്തി. മോശ ദൈവവുമായിട്ട് ആളത്വപരമായി ബന്ധം പുലർത്തിയതാ നാം കാണുന്നുണ്ട്. പുറപ്പാട് പുസ്തകം 34-ാം അധ്യായം 29-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു, ആ ആളത്വപരമായ ബന്ധത്തിലൂടെ തൻ്റെ മുഖത്തിൻ്റെ ത്വക്ക് ശോഭിച്ചത് മോശ അറിയുന്നില്ല. അവിടെ ഇപ്രകാരം വായിക്കുന്നു, അവൻ, അതായത് യഹോവ തന്നോട് അരുളി ചെയ്തത് നിമിത്തം തൻ്റെ മുഖത്തിൻ്റെ ത്വക്ക് പ്രകാശിച്ചുവെന്ന് മോശ സാക്ഷ്യത്തിൻ്റെ പലകകളും കയ്യിൽ പിടിച്ചുകൊണ്ട് സീനായി പർവ്വതത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ അറിഞ്ഞില്ല എന്നാ പറയുന്നത്. ജനത്തിന് മോശയുടെ മുഖത്ത് നോക്കാൻ കഴിയുന്നില്ല. മൂടുപടമിട്ടുകൊണ്ട് മോശ ജനത്തോട് സംസാരിക്കുന്നു. ദൈവ സംസർഗത്തിലൂടെയാണ് ഈ ദൈവീകമായ ചൈതന്യം നമുക്ക് ആർജിക്കാൻ കഴിയേണ്ടത്. ആളത്വപരമായൊരു ബന്ധം പുലർത്തുന്നതിലൂടെ ദൈവീകമായ ആ ചൈതന്യം, ആ ശോഭ, ആ തേജസ് ആർജിക്കുവാൻ തക്കവണ്ണം കഴിയും. 2, ചരിത്ര ലോകത്തിൽ വെച്ച് ദൈവീകമായ ചൈതന്യം, ദൈവീകമായ തേജസ് എങ്ങനെ ആർജിക്കാൻ കഴിയുമെന്ന് ചോദിച്ചാൽ 2-ാമത്തെ ഉത്തരം, ഉദാത്തമായിരിക്കുന്ന
കൗതാശികമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകുവാൻ നമുക്ക് കഴിയണം. ഉദാത്തമായിരിക്കുന്ന കൗതാശിക അനുഭവങ്ങളിലൂടെ ആത്മാർത്ഥതയോടെ കടന്നു പോകാൻ നമുക്കിടയാകണം. പലപ്പോഴും കൂദാശകളിലൊക്കെ ഭാഗവാക്കായി തീരുന്നവരാ നിങ്ങളൊക്കെ. പക്ഷേ കൂദാശകളെ ചടങ്ങാക്കി മാറ്റുന്നു എന്നുള്ളതാണ് ദൈവിക അനുഗ്രഹങ്ങൾ തടസ്സപ്പെടുവാൻ ഇടയാകുന്നത് എന്ന തിരിച്ചറിവ് നിനക്കുണ്ടാകട്ടെ. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, എൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയിൽ ഏകദേശം 25 വർഷത്തോളമായി ഞാൻ പുരോഹിതനായിട്ട് കൊല്ലം ഭദ്രാസനത്തിലെ അന്ന് അവിഭക്ത കൊല്ലം ഭദ്രാസനത്തിലെ പ്രധാന ഇടവുകളിലൊക്കെ ശുശ്രൂഷിപ്പാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. പുതിയാവ് സെന്റ് മേരീസ് കത്തീഡ്രലിൽ ഞാൻ ശുശ്രൂഷിക്കുന്ന കാലയളവിൽ കാലം ചെയ്ത അഭിവന്ദ്യനായ മാത്യു സ്ഥിതിയൻ ബാബ തിരുമനസ്സുകൊണ്ട് ദേവാലയത്തിൽ സന്ദർശിച്ചു. ഒരു മാമോദീസ നടത്താൻ വേണ്ടിയാണ് തിരുമനസ്സുകൊണ്ട് വന്നത്. രാവിലെ കുന്നംപള്ളിയിൽ തിരുമനസ്സുകൊണ്ട് വിശുദ്ധ ബലിയർപ്പിച്ചു. 10 മണിക്ക് പുതിയ പള്ളിയിൽ മാമോദീസയ്ക്ക് എത്തി. തിരുമനസ്സിന്റെ രീതി എല്ലാവർക്കും അറിയാം. പള്ളിയുടെ പോർച്ചിൽ വണ്ടി വന്നു നിന്നു. കറുത്ത ഉപ്പായം അണിഞ്ഞുകൊണ്ട് തിരുമനസ്സുകൊണ്ട് ദേവാലയത്തിലേക്ക് പ്രവേശിച്ചു. വിശുദ്ധ മദ്ബഹായിലേക്ക് പ്രവേശിച്ചു. ത്രോണോസിന്റെ മുമ്പാകെ നിന്നുകൊണ്ട് ലുത്തിനിയ ചൊല്ലി. അതിനുശേഷം തിരുമേനി ഈ മദ്ബഹായിലേക്ക് കയറിയപ്പോൾ ഞങ്ങൾ എല്ലാ അച്ഛന്മാരും, ഈ മാമോദീസായിക്ക് വന്നിട്ടുള്ള അച്ഛന്മാരും വികാരിമാരും എല്ലാവരും വിശുദ്ധ മദ്ബഹായിലേക്ക് കയറി. തിരുമനസ്സുകൊണ്ട് വികാരി അച്ഛന്മാരോട് ചോദിച്ചു, അച്ഛന്മാരെ മാമോദീസായിക്കുള്ള ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടോ, മാതാപിതാക്കളും കുഞ്ഞുമൊക്കെ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു വന്നിട്ടുണ്ട്. ഇത് കഴിഞ്ഞതിന് ശേഷം ഷമ്മാശിനോട് തിരുമനസ്സുകൊണ്ട് പറയുകയാണ്, ഷമ്മാശ തക്സ എടുത്ത് ത്രോണോസി വെക്കെ, തക്സ എടുത്ത് ത്രോണോസി വെക്ക്. ഞങ്ങളെയൊക്കെ ചിന്തിപ്പിച്ചു, മാമോദീസായിക്ക് തക്സ എടുത്ത് ത്രോണോസി വെക്കേണ്ട കാര്യം എന്താ? തിരുമനസ്സുകൊണ്ട് അംശവസ്ത്രം ധരിക്കുമ്പോ തക്സ നോക്കി ഈ പ്രാർത്ഥനകളൊക്കെ അക്ഷരം പ്രതി ചൊല്ലി ധരിക്കുക. ഞങ്ങളൊക്കെ അതിശയിച്ചു പോയി. പട്ടമേറ്റ് കുറച്ചു നാൾ കഴിയുമ്പോഴേക്ക് ഈ അംശവസ്ത്രം ധരിക്കുമ്പോൾ ചൊല്ലേണ്ട പ്രാർത്ഥനയൊക്കെ ഹൃദയസ്ഥമാകും. അത് പലപ്പോഴും അംശവസ്ത്രം ധരിക്കേണ്ട സന്ദർഭങ്ങൾ ഉണ്ടാകുമ്പോൾ രഹസ്യമായിട്ട് മനസ്സിലൂടെ ആ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് ഇത് അണിയുക സാധാരണ അച്ഛന്മാരൊക്കെ ചൊല്ലാറുള്ളത്. തിരുമനസ്സുകൊണ്ട് എത്രയോ വർഷങ്ങളായിട്ട് ഇങ്ങനെയുള്ള കൂദാശകൾക്ക് നേതൃത്വം നൽകുന്ന ഒരു പിതാവാ ഇപ്പോഴും ഈ തക്സ നോക്കി ഇത് ചൊല്ലുന്നല്ലോ. ഞങ്ങളെ ഇത് ചിന്തിപ്പിച്ചു. മാമോദീസയൊക്കെ കഴിഞ്ഞു, ഭക്ഷണമൊക്കെ കാപ്പിമേശയൊക്കെ കഴിഞ്ഞ് അവിടെ ഇരിക്കുമ്പോ വൈദിക ശ്രേഷ്ഠരിൽ പ്രബലനായ ഒരു വൈദികൻ തിരുമനസ്സോട് ചോദിച്ചു, തിരുമനസ്സെ, ചോദിക്കുന്നതിൽ പ്രയാസം ഉണ്ടാകരുത്. ഞങ്ങളൊക്കെ തിരുമേനി വട്ടമേറ്റതിനേക്കാളൊക്കെ എത്രയോ താഴെയാണ്, എത്രയോ കാലശേഷമാണ് ഞങ്ങളൊക്കെ അച്ഛനായത്. പക്ഷെ ഞങ്ങളൊക്കെ ഇപ്പോൾ ഈ പ്രാർത്ഥന മൗനമായിട്ട് ചൊല്ലി റൂഷ്മ ചെയ്ത് ഞങ്ങൾ ഈ അംശവസ്ത്രം ധരിക്കുക. തിരുമനസ്സുകൊണ്ട് ഇപ്പോഴും ഈ പ്രാർത്ഥന ഹൃദയസ്ഥമാക്കിയിട്ടില്ലേ? അങ്ങനെ ചോദിക്കാൻ സ്വാതന്ത്ര്യമുള്ള ഒരച്ഛനാ ചോദിച്ചത്. ഉടനെ തിരുമനസ്സുകൊണ്ട് കൽപ്പിച്ച മറുപടി അവിടെ ഇരുന്ന എല്ലാ വൈദികരെയും ചിന്തിപ്പിച്ചു. തിരുമനസ്സുകൊണ്ട് പറഞ്ഞ വാക്കുകളുണ്ട്. ഇപ്പോഴും എൻ്റെ മനസ്സിൽ ഞാൻ എപ്പോഴും ഓർക്കും. ഏത് കൂദാശയ്ക്ക് അംശവസ്ത്രം ധരിക്കുമ്പോ ഞാൻ ആരംഭിക്കുമ്പോഴും ഞാൻ എൻ്റെ മനസ്സിൽ ആ വാക്കുകൾ ഓർക്കും. ഇന്നും കഴിവതും അത് ആ തക്സായെ നോക്കി ചൊല്ലിക്കൊണ്ട് അംശവസ്ത്രം ധരിക്കാനേ ഞാൻ ശ്രമിക്കാറുള്ളൂ. അതിനെന്നെ പ്രേരിപ്പിച്ച് അഭിയന്ന് തിരുമനസ്സുകൊണ്ട് കൽപ്പിച്ച വാക്കുകളാ. ഉടനെ തിരുമനസ്സുകൊണ്ട് കൽപ്പിക്കുകയാണ്, അല്ലയോ അച്ഛന്മാരെ, നിങ്ങളെക്കാൾ കൂടുതൽ ഇങ്ങനെയുള്ള ശുശ്രൂഷകൾക്ക് പ്രധാന കാർമ്മികത്വം വഹിച്ചിട്ടുള്ള ബലഹീനാണ് ഞാന്. എനിക്ക് ഈ പ്രാർത്ഥനകളൊക്കെ മനഃപ്പാടമാ. പക്ഷേ എനിക്കിപ്പോ നല്ല കാഴ്ചയുണ്ട്. ഞാനിപ്പോൾ ഇത് മനഃപ്പാടം ചൊല്ലി ഒരു വാക്കെങ്കിലും വിട്ടുപോയാൽ ദൈവ സന്നിധി ഞാൻ കണക്ക് പറയണം. അംശവസ്ത്രം ധരിക്കുമ്പോൾ ചൊല്ലേണ്ട പ്രാർത്ഥന പോലും ഇത്ര ഗൗരവമായിട്ട് കണ്ട പിതാക്കന്മാരുടെ പാരമ്പര്യമുള്ള ഒരു സഭയിലാ ഞാനും നിങ്ങളും. നമ്മൾ എത്ര ലഘുവായിട്ടാണ് നമ്മുടെ ആരാധനയെ കാണുന്നത്, എത്ര അലസമായിട്ടാണ് നമ്മുടെ ആരാധനയെ സംബന്ധിക്കുന്നത്. അതുകൊണ്ട് ദൈവ തേജസ് നിന്നിൽ ഇറങ്ങി ആവസിക്കണമെങ്കിൽ ഓർക്കുക, ഉദാത്തമായിരിക്കുന്ന കൗദാശിക അനുഭവങ്ങളിലൂടെ ആത്മാർത്ഥമായിട്ട് കടന്നു പോകുന്ന മനുഷ്യരായിട്ട് മാറണം. 3, ദൈവിക അനുഗ്രഹങ്ങൾ, ദൈവികമായ ചൈതന്യം, ദൈവികമായ തേജസ് നിന്റെ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ നീ സ്വീകരിക്കേണ്ട 3ാമത്തെ ഒരു കാര്യമുണ്ട്. ദൈവ സ്നേഹത്തിൽ അധിഷ്ഠിതമായി നന്മ പ്രവർത്തിക്കുന്ന മനുഷ്യരായിട്ട് മാറണം. ഒത്തിരി പേരിന്ന് ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്നവരുണ്ട്, ഒത്തിരി പേരുണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ
അതിൻ്റെയൊക്കെ പിന്നിൽ ഒരു ഹിഡൻ അജണ്ട ഉണ്ട്. ടു ഗെറ്റ് നെയിം ആൻഡ് ഫെയിം, പേരും പെരുമയും നേടുക എന്നുള്ളതാണ് അതിൻ്റെയൊക്കെ പിന്നിലുള്ള അജണ്ട. പേരിനും പെരുമയ്ക്കും വേണ്ടി നീ ചെയ്യുന്നത് ദൈവസന്നിധിയിൽ സ്വീകാര്യോഗ്യമായി തീരുകയില്ല. മറിച്ച് രഹസ്യത്തിൽ കാണുന്ന ദൈവം എന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് ചിന്തിച്ചുകൊണ്ട് നീ ചെയ്യുന്ന നന്മ പ്രവൃത്തിയാണ് നിനക്ക് ഒരുപാട് അനുഗ്രഹം ലഭിപ്പാൻ, ദൈവീകമായി ചൈതന്യം പ്രാപിപ്പാൻ നിന്നെ സഹായിക്കുന്നത്. ഈ അടുത്ത സമയത്ത് കൈരളി ചാനലിൽ ഒരു ധനികനായ ഒരു മനുഷ്യനുമായിട്ടുള്ളൊരു അഭിമുഖം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ എല്ലാ വാദങ്ങളോടും നമുക്ക് യോജിക്കാൻ കഴിയില്ല. പക്ഷെ ആ മനുഷ്യൻ പറഞ്ഞ ഒരു വാക്ക് എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചു, എന്നെ ആകർഷിച്ചു. അദ്ദേഹം പറയുകയാണ്, ഞാൻ ഒരുപാട് പേരെ സഹായിച്ചിട്ടുണ്ട്. ഫുട്ബോൾ എൻ്റെ ഒരു ഹരമാണ്. ഞാൻ അതിന് ടൂർണമെന്റ് നടത്താനൊക്കെ ഒരുപാട് സാമ്പത്തിക സഹായം ചെയ്യാറുണ്ട്. എൻ്റെ ദേശത്തിലെ, ഞാൻ ജനിച്ചു വീണ നാട്ടില് രോഗികളായവർക്ക്, ഭവനമില്ലാത്തവർക്കൊക്കെ ആശ്വാസം ലഭിക്കുവാനും ഒക്കെ ഞാൻ സഹായം ചെയ്തിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ അവർ ചെയ്യുമ്പോൾ ഞാൻ അവരെ അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്, സ്പോൺസേഡ് ബൈ ഇന്നാര് എന്ന് എഴുതി വെക്കരുത്. അത് വീട് വെച്ചിരുന്നാലും അതുപോലെ തന്നെ മറ്റേത് കാര്യത്തിന് കൊടുത്തിരുന്നാലും സ്പോൺസർ ചെയ്ത് ഞാനാണെന്ന് എഴുതി വെക്കരുത്. പ്രിയമുള്ളവരെ, ധനികനായ ഒരു മനുഷ്യൻ ഒരുപാട് തുക ഇങ്ങനെയുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ചെയ്യുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന്റെ ആ ചിന്താഗതിയായി എന്നെ ആകർഷിച്ചത്. ഞാൻ കൊടുക്കാറുണ്ട്, പക്ഷേ കൊടുത്തതിന് ശേഷം ഞാനാണ് തന്നതെന്ന് ആരോടും പറയാൻ, അവിടെ എഴുതി വെക്കാനും ആരോടും പറയാനും ഞാൻ അനുവദിക്കാറില്ല. അതാണ് പ്രിയമുള്ളവരെ ദൈവീകമായ അനുഗ്രഹം നമ്മിലേക്ക് ഒഴുകുവാൻ സഹായകരമായി തീരുന്നത്. അതുകൊണ്ട് ഓർക്കുക, മോശ ദർശിച്ച മുൾപ്പടർപ്പിന്റെ ഒന്നാമത്തെ സവിശേഷത അത് ദൈവ തേജസ് ഇറങ്ങി വസിച്ച മുൾപ്പടർപ്പാണ്. ചരിത്ര ലോകത്തിൽ ജീവിക്കുമ്പോൾ ദൈവ തേജസ്സിന് ഉടമകളായിട്ട് മാറണമെങ്കിൽ 3 കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക. 1, ചരിത്ര ലോകത്തിൽ ജീവിച്ചിരുന്നു കൊണ്ട് ദൈവവുമായിട്ട് ആളത്വപരമായ ഒരു ബന്ധം സ്ഥാപിക്കുക. 2, ഉദാത്തമായിരിക്കുന്ന കൗതാശികമായ അനുഭവങ്ങളിലൂടെ ആത്മാർത്ഥമായിട്ട് കടന്നു പോകുക. 3, ദൈവ സ്നേഹത്തിൽ അധിഷ്ഠിതമായിട്ട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുന്ന മനുഷ്യരായിട്ട് മാറുക. രണ്ടാമതായിട്ട് മോശ ദർശിച്ച മുൾപ്പടർപ്പിന്റെ സവിശേഷത എന്തെന്ന് ചോദിച്ചാൽ അത് പ്രത്യാശയുടെ സന്ദേശം നൽകുന്ന മുൾപ്പടർപ്പാണ്. പ്രത്യാശയുടെ സന്ദേശം നൽകുന്ന മുൾപ്പടർപ്പാണ് മോശ ദർശിച്ച മുൾപ്പടർപ്പ്. ഈ ലോകത്തിൽ ജീവിക്കുന്ന നമ്മെ അലട്ടുന്ന ഏറ്റവും വലിയ രോഗമെന്ന് പറയുന്ന നിരാശയാണ്. ക്യാൻസറോ എയ്ഡ്സോ അതുപോലുള്ള മറ്റു രോഗങ്ങളോ ഒന്നുമല്ല നമ്മെ ഭാരപ്പെടുത്തുന്നത്. നിരാശ എന്ന രോഗമാണ്. ഈ മുൾപ്പടർപ്പിൽ ഇറങ്ങുന്ന അഗ്നി ജീവിത പ്രതിസന്ധികളുടെ സൂചനയാണ്. എത്ര ശക്തമായ പ്രതിസന്ധികളും പ്രശ്നങ്ങളും നിന്റെ ജീവിതമാകുന്ന മുൾപ്പടർപ്പിനെ ഗ്രസിച്ചിരുന്നാലും നീ പട്ടുപോകുകയില്ല. നിനക്കൊരു പ്രത്യാശ വേണം. ഞാൻ ദൈവത്തിന്റെ വകയാ. എന്റെ ദൈവം ശക്തനായവൻ കൂടെയുണ്ടെങ്കിൽ ഞാൻ തളരുകയില്ല, തകരുകയില്ല, ഞാൻ നിരാശപ്പെടുകയില്ല എന്ന ഒരു ബോധ്യം നിനക്കുണ്ടാകണം. പ്രിയമുള്ളവരെ, പ്രതിസന്ധികളില്ലാത്ത മനുഷ്യരില്ല, പ്രശ്നങ്ങളില്ലാത്ത ജീവിതങ്ങളില്ല. എല്ലാ തലങ്ങളിലും പ്രശ്നമാണ്. കുടുംബത്തിലുണ്ട് പ്രശ്നം, മറ്റു സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നിടത്തുണ്ട് പ്രശ്നം, എല്ലാ തലങ്ങളിലും പ്രശ്നങ്ങളാണ്. പക്ഷെ പ്രശ്നങ്ങളെ നീ എങ്ങനെ അഭിമുഖീകരിക്കുന്നു എന്നതിനെ ആധാരമാക്കിയാണ് നിന്റെ ജീവിതത്തിന്റെ വിജയം. പ്രതിസന്ധികൾ വരുമ്പോ നീ ഓർക്കേണ്ടതായ ഒരു കാര്യമുണ്ട്. അത് എവിടെ നിന്ന് മനസ്സിലാക്കണമെന്ന് ചോദിച്ചാൽ, ദൈവപുത്രൻ മനുഷ്യപുത്രനായി മാറി മനുഷ്യന്റെ എല്ലാ പരിമിതികൾക്കും വിധേയപ്പെട്ട ദൈവപുത്രൻ ജീവിച്ചു. ആ നിലയിൽ ഈ മനുഷ്യ ജീവിതത്തിന്റെ ദുഃഖങ്ങൾ മുഴുവൻ, നൊമ്പരങ്ങൾ മുഴുവൻ, വേദനകൾ മുഴുവൻ മനസ്സിൽ പേറിക്കൊണ്ട് വിയർപ്പ് തുള്ളികൾ പോലും രക്തത്തുള്ളികളാക്കി മാറ്റി ഗത്സമന തോട്ടത്തിൽ കർത്താവ് പ്രാർത്ഥിക്കുന്നു. അവിടെ
വളരെ വേദനയോടുകൂടി പിതാവാം ദൈവത്തോട് പുത്രൻ തമ്പുരാൻ പ്രാർത്ഥിക്കുന്നു, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ. എന്നാൽ അതിനോട് ചേർന്ന് തമ്പുരാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന്. എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് അവിടെ നാം കാണുന്നു. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ മാത്രം നാം കാണുന്നുണ്ട്. എന്താണെന്നറിയാമോ? ഒരു മാലാഖയെ കൽപ്പിച്ചയക്കുക, ഒരു മാലാഖയെ കൽപ്പിച്ചയക്കുക, അവനെ ശക്തീകരിക്കുന്നു. അനുഗ്രഹീത സഹോദരങ്ങളെ, ജീവിത പ്രതിസന്ധികളിൽ ശക്തീകരിക്കുന്ന മാലാഖയെ തരുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ള തിരിച്ചറിവുണ്ടെങ്കിൽ ചരിത്ര ലോകത്തിലെ ഭാരങ്ങളും വേദനകളും പ്രശ്നങ്ങളും നിന്നെ തകർക്കുകയില്ല. ഏത് പ്രതിസന്ധിയിലും താങ്ങുന്ന ദൈവമുണ്ട് എന്ന് നീ തിരിച്ചറിയുക. ഞാന് ഈ പട്ടമേക്കുന്നതിന് മുമ്പ് എനിക്കൊരു വലിയ ബലഹീനത ഉണ്ടായിരുന്നു. ആ ബലഹീനത എന്തെന്ന് ചോദിച്ചാൽ, എവിടെ സർക്കസ് ഉണ്ടോ അവിടെ ഞാൻ പോവും. സർക്കസ് കാണുക എൻ്റെ ഒരു വലിയ വീക്ക്നെസ് ആയിരുന്നു. പുത്തൂരിൽ നിന്ന് 80 കിലോമീറ്റർ ഉണ്ട് തിരുവനന്തപുരത്ത്. ഞാൻ തിരുവനന്തപുരത്ത് പോയി സർക്കസ് കണ്ടിട്ടുണ്ട്, സെമിനാരി പോകുന്നതിന് മുമ്പാ. പക്ഷെ അച്ഛനായതിനു ശേഷം ഒറ്റ സർക്കസും കാണാൻ പോയിട്ടില്ല. കാരണം അവര് കാണിക്കുന്നതിനേക്കാൾ വലിയ സർക്കസ് കാണിച്ചെങ്കിൽ ഇടവ തലത്തി അച്ഛന്മാർക്ക് നിൽക്കാനൊക്കെ ഉള്ളൂ. അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു സർക്കസ് കാണേണ്ട കാര്യമില്ല. പക്ഷെ അന്ന് വലിയ കാശൊന്നുമില്ല. അപ്പനും അമ്മയും ഒക്കെ തരുന്ന ചെറിയ ചില്ലിക്കാശുകളൊക്കെ ശേഖരിച്ച് വെച്ചിട്ടായിരിക്കും ഇങ്ങനെയുള്ള സർക്കസിന് പോകുന്നത്. അവിടെ ചെന്ന് ഗാലറിയിലെ ടിക്കറ്റ് എടുക്കാനുള്ള കാശേ നമ്മുടെ കയ്യിലുള്ളൂ. ഗാലറി എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഏറ്റവും കൊമ്പത്തിരിക്കുക. അവിടെ ഇരിക്കുമ്പോൾ നമുക്ക് ഭയം തോന്നുന്ന ഒരു ഐറ്റം ഇവർ കാണിക്കും. അതായത് ഈ ആകാശത്തിലൂടെയുള്ള ഊഞ്ഞാലാട്ടം. ഈ ഊഞ്ഞാലാട്ടം കാണുമ്പോൾ എൻ്റെ മനസ്സിൽ ഈ ഗാലറി ഇരുന്നൊരു ചിന്ത വന്നിട്ടുണ്ട്, ഇവർക്ക് ഈ ഭയമില്ലാതെ ഇത് നടത്തുന്നല്ലോ. ഇവർക്ക് ഈ ഭയം ഇല്ലാതെ ഇത്ര ഭംഗിയായിട്ട് ഇത് ചെയ്യാൻ ഇവരെ പ്രേരിപ്പിക്കുന്ന ഘടകം എന്താണ്? ആദ്യം എൻ്റെ മനസ്സിലൊരു ചിന്ത വന്നു, ഇവര് ശരിയായിട്ട് അഭ്യസനം ലഭിച്ചവരാ, അതുകൊണ്ടാണ് ഇവർ ഈ പരിപാടി കാണിക്കുന്നത്, ഭയരഹിതമായിട്ട് ഈ പരിപാടി കാണിക്കുന്നതെന്ന. അല്പം കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ ഇവർ ഇത്ര ധൈര്യമായിട്ട് ഈ ഐറ്റം കാണിക്കുന്നതിന്റെ പിന്നിൽ അവർക്ക് ആധാരമായിരിക്കുന്ന പിൻബലം കൊടുക്കുന്ന ഒരു കാര്യമുണ്ട്. ഇവര് ഊഞ്ഞാലാടുമ്പോൾ താഴെ എന്തോ ഉണ്ട്, വല വിരിക്കുന്നുണ്ട്. വീണാലും ആര് താങ്ങും? ഈ വല താങ്ങിക്കൊള്ളും. ഈ വീണാലും താങ്ങാൻ ഒരു വലയുണ്ട് എന്നുള്ള ആ വലിയ വിശ്വാസമാണ്, ആ ബോധ്യമാണ് അവരെ ഭയരഹിതമായിട്ട് ഈ ഐറ്റം കാണിക്കുവാൻ പ്രേരിപ്പിക്കുന്നത്. അനുഗ്രഹീത സഹോദരങ്ങളെ, ജീവിതത്തിൽ പ്രതിസന്ധി വന്നിരുന്നാലും കരുതുന്ന ഒരു ദൈവമുണ്ട്, വീണാലും താങ്ങുന്ന ദൈവകൃപയുണ്ട് എന്നൊരു ബോധ്യമാണ് നിന്റെയും എന്റെയും ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. അങ്ങനെയുള്ളവനാ പ്രത്യാശയോടെ ജീവിപ്പാൻ തക്കവണ്ണോടെയാകുന്നത്. ഓർക്കുക, നീ ഈ ചരിത്ര ലോകത്തിൽ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവനാണോ? നീ ദൈവത്തിന് വേണ്ടി ജീവിച്ചവനാണോ? ദൈവിക പ്രവൃത്തികൾ ചെയ്തവനാണോ? നിന്നെ തകരാനും തളരാനും ദൈവം വിടുകയില്ല. നാം കാണുന്നുണ്ട്, പഴയ നിയമം പരിശോധിക്കുമ്പോൾ രാജാക്കന്മാരുടെ 1-ാമത്തെ പുസ്തകം 17, 18, 19 അധ്യായങ്ങളിൽ ഏലിയാവിന്റെ ചരിത്രം വായിക്കുന്നു. 1 രാജാക്കന്മാർ 17-ാം അധ്യായത്തിൽ തിശ്ബനായ ഏലിയാവ് ആഹാബിന്റെ അടുക്കൽ വന്ന് പറയുന്നു, ഞാൻ പറഞ്ഞല്ല, യഹോവയാണ് ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടിൽ മഴയും മഞ്ഞും ഉണ്ടാകില്ല. നമുക്കറിയാം, ഒരു രാജാവിന്റെ തിരുമുഖത്ത് നോക്കി തന്റെ ഇടമായിട്ട് ഇത് പറയണമെങ്കിൽ അവൻ തിരിച്ചു പോകുമ്പോ അവന്റെ കഴുത്തിനുമേ തല കാണുകയില്ല. പക്ഷേ ഏലിയാവ് ധൈര്യമായിട്ട് ചെന്ന് ഈ ആഹാബിനോട് പറയുക, ദൈവഹിതം എന്താ എന്ന് തിരിച്ചറിയുകയും ദൈവത്തിന്റെ ഹിതം രാജാവിനോട് വെളിപ്പെടുത്താൻ ധൈര്യം കാണിക്കുകയും ചെയ്ത ഏലിയാവിനെ സംരക്ഷിക്കാനുള്ള ചുമതല കൂടി ആരേറ്റെടുക്കുന്നു? യഹോവയായി ദൈവം ഏറ്റെടുക്കുക. നാം കാണുന്നുണ്ട്, പുറത്തിറങ്ങുന്ന ഏലിയാവിനോട് പറയുന്നു, നീ കെരീത്ത് തോട്ടിന്റെ അരികെ പോയി കഴിഞ്ഞോണം, അപ്പോ ഇറച്ചിയൊക്കെ കാക്ക കൊണ്ടുതരും, വെള്ളം ഈ കെരീത്ത് തോട്ടിൽ നിന്ന് കുടിച്ചോണം. പക്ഷെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ കെരീത്ത് തോട്ടിലെ വെള്ളം വറ്റി. വേണമെങ്കിൽ ദൈവം നമ്മളെ പോലെ ചിന്തിക്കുന്നവനാണ് ദൈവമെങ്കിൽ പറയാമായിരുന്നു, അവന് എന്റെ ഹിതം അവിടെ പറഞ്ഞു, കുറച്ചു നാള് അവനെ ഞാൻ സംരക്ഷിച്ചു, ഇനി അവൻ പഠിച്ചതുപോലെ അവൻ ചെയ്യട്ടെ എന്നല്ല ദൈവം ചിന്തിച്ചത്. മറിച്ച് അവിടെയും അവനെ കരുതാൻ വേണ്ടി ഒരു പദ്ധതി ഒരുക്കുന്നു. നീ സറപ്തയിൽ ചെല്ല്, അവിടെ ഒരു വിധവയുണ്ട്, അവൾ നിന്നെ കരുതും.
അവിടെ ചെന്നപ്പോഴോ അതിനേക്കാൾ പ്രശ്നം, പട്ടിണി കൊണ്ട് പൊറുതി മുട്ടുന്ന ഒരു അനുഭവം, ക്ഷാമം, വളരെ ദാരിദ്ര്യം രൂക്ഷമായിരിക്കുന്ന ഒരു സ്ഥലം. ആ അമ്മച്ചിയോട് പ്രവാചകൻ പറയുന്നു, എനിക്ക് ഒരടയുണ്ടാക്കി തരിക. പറയുകയാണ്, അല്ല, വെള്ളം ചോദിച്ചു, അതിനുശേഷം പറയുന്നു അടയുണ്ടാക്കി തരിക. ആ അമ്മ പറയുന്ന ഒരു കാര്യമുണ്ട്, കലത്തിൽ ഒരു പിടി മാവും തുരുത്തിയിൽ അല്പം എണ്ണയുള്ളൂ. പ്രവാചകൻ പറഞ്ഞു, ആദ്യം എന്തായിരുന്നാലും അടയുണ്ടായിക്കൊണ്ട് വരിക. അവിടെ നാം കാണുന്നുണ്ട്, കലത്തിലെ മാവും തീർന്നില്ല, തുരുത്തിയിലെ എണ്ണയും വറ്റിയില്ല. ഒരു ഉറവ നിന്റെ ജീവിതത്തിൽ വറ്റുമ്പോൾ രണ്ടുറവ നിനക്ക് വേണ്ടി പുറപ്പെടുവിക്കുവാൻ ശക്തനായ ദൈവം നിന്റെ കൂടെ ഉണ്ട് എന്നൊരു ബോധ്യം നിന്നെ ഭരിക്കട്ടെ. അനുഗ്രഹീത സഹോദരങ്ങളെ, അതുകൊണ്ട് തളർന്നും വാടിയും ഒന്നും പോകാതെ ദൈവത്തെ പ്രത്യാശയോടെ കണ്ടുകൊണ്ട് ദൈവസന്നിധിയിലുള്ള പ്രത്യാശയോടെ ജീവിപ്പാൻ തക്കവണ്ണം നിനക്ക് ഇടയാകണം. മോശ ദർശിച്ച മുൾപ്പടർപ്പിന്റെ രണ്ടാമത്തെ സവിശേഷത അതാണ്. പ്രത്യാശയുടെ സന്ദേശമാണ് ഈ മുൾപ്പടർപ്പ് നൽകുന്നത്. 3, എന്താണ് മോശ ദർശിച്ച മുൾപ്പടർപ്പ് നൽകുന്ന മൂന്നാമത്തെ സന്ദേശം? ദൈവദൂതന്റെ സാന്നിധ്യമുള്ള മുൾപ്പടർപ്പാണ് മോശ ദർശിച്ച മുൾപ്പടർപ്പ്. ദൈവദൂതന്റെ സാന്നിധ്യം മുൾപ്പടർപ്പിലുണ്ട്. അനുഗ്രഹീത സഹോദരങ്ങളെ, ദൈവദൂതരോട് ചേർന്നുള്ള ആരാധന കഴിക്കുന്ന മനുഷ്യരായിട്ട് നമ്മൾ മാറണം. ദൈവദൂതരോട് ചേർന്നുള്ള ആരാധനയാണ് ദേവാലയ ആരാധന. ദൈവദൂതരോട് ചേർന്നുള്ള ആരാധനയാ നാം കാണുന്നുണ്ട്. വാങ്ങിപ്പോയ വിശുദ്ധരും വാങ്ങിപ്പോയ വിശ്വാസികളും എല്ലാം നിൽക്കുവാൻ വേണ്ടി ദേവാലയ മധ്യത്തിൽ പ്രത്യേകമായ സ്ഥലം വേർതിരിക്കപ്പെട്ടു. ബലിയർപ്പിക്കുന്ന പുരോഹിതനോട് ചേർന്ന് ശുശ്രൂഷക്കുപ്പായം ധരിച്ചുകൊണ്ട് മാലാഖമാരുടെ സൂചനയായിട്ട് അവിടെ പ്രതീകമായിട്ട് ശുശ്രൂഷകരുണ്ട്. ദൈവദൂതരും വാങ്ങിപ്പോയവരും എല്ലാവരും ചേർന്നുള്ള ആരാധനയാണ് ദേവാലയ ആരാധന. പക്ഷെ ഇന്ന് മനുഷ്യൻ ഈ ദേവാലയ ആരാധനയെ അവഗണിച്ചുകൊണ്ട് നൂതനങ്ങളായ പ്രവണതകളിലേക്കും പ്രതിഭാസങ്ങളിലേക്കും പോവുക. കാതോലിക്കറ്റ് ശതാബ്ദി ആഘോഷിക്കുന്ന ഒരു കാലയളവിൽ ഞാനും നിങ്ങളും എത്തിയിരിക്കുന്നു. 1960 വാർഷികം, സഭയുടെ വാർഷികം ആചരിക്കുന്ന വർഷമാണ് ഞാനും നിങ്ങളും ഈ പെരുന്നാളിൽ സംബന്ധിക്കുന്നത്. സമാപന സമ്മേളനം നവംബർ 25 കൊച്ചി മറൈൻ ഡ്രൈവിൽ നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നു. ക്രമീകരണങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് നടക്കുന്നു. നിങ്ങളോട് ഈ ചോദ്യം ചോദിക്കും, പലരും ചോദിക്കും, എന്തിനാ പള്ളിയിൽ പോയി ആരാധിക്കുന്നേ? ഇങ്ങനെ വീട്ടിലിരുന്ന് ആരാധിച്ചാൽ ഒക്കെയില്ലേ? ഭാരതത്തിൽ സുവിശേഷ പ്രഘോഷണം ആദ്യം നടത്തിയത് മാർത്തോമാ ശ്ലീഹായ. മാർത്തോമാ ശ്ലീഹ സ്ഥാപിച്ചത് ദേവാലയങ്ങളാ, 7 പള്ളികളാ. പള്ളികൾ സ്ഥാപിച്ചുകൊണ്ട് പള്ളി ആരാധന ക്രമീകൃതമായി നടത്തുവാൻ നിർദ്ദേശവും അതോടൊപ്പം തന്നെ നിയമങ്ങളും ആരാധനാ ക്രമങ്ങളും സ്ഥാപിച്ച് മലങ്കരയിൽ പ്രവർത്തിക്കുവാൻ നമുക്ക് അനുവാദവും അവകാശവും ഒക്കെ നൽകിയ മാർത്തോമാ ശ്ലീഹായ. മാർത്തോമാ ശ്ലീഹ ഒരിടത്തും ഹോള് പണിഞ്ഞില്ല. മാർത്തോമാ ശ്ലീഹ കൂട്ടായ്മ ഉണ്ടാക്കിയില്ല. മറിച്ച് എല്ലാവരെയും ദേവാലയമായുള്ള ബന്ധത്തിലേക്കാ കൊണ്ടുവന്നേ. അതുകൊണ്ട് ഈ ത്രോണോസിന്റെ മുമ്പാകെ പരിഹരിക്കപ്പെടുവാൻ കഴിയാത്തതായ വിഷയങ്ങളും പ്രശ്നങ്ങളും ഒന്നുമില്ല പ്രിയമുള്ളവരെ. ദേവാലയ ആരാധന സജീവമാക്കിക്കൊണ്ട് കണ്ണുനീരിന്റെ ഭാഷയിൽ നിന്റെ വേദനകൾ ഈ ത്രോണോസ് മുമ്പാകെ ഇറക്കി വെക്കുമ്പോ നിശ്ചയമായിട്ടും സന്തോഷവാനായിട്ട് നിനക്ക് തിരികെ പോകുവാൻ തക്കവണ്ണം കഴിയും. ദൈവദൂതരോട് ചേർന്നുള്ള ആരാധന എന്ന് പറയുന്നത് ദേവാലയ ആരാധനയാ. ആ ആരാധനയ്ക്ക് പ്രാമുഖ്യം കൊടുക്കുന്ന മനുഷ്യരായിട്ട് നമ്മൾ മാറണം. ദൈവദൂതന്റെ സാന്നിധ്യമുള്ള മുൾപ്പടർപ്പാണ് മോശ ദർശിച്ചത്. 4, മോശ ദർശിച്ച മുൾപ്പടർപ്പിന്റെ 4ാമത്തെ സവിശേഷത, അത് പേര് ചൊല്ലി വിളിക്കുന്ന മുൾപ്പടർപ്പ. പേര് ചൊല്ലി വിളിക്കുന്ന മുൾപ്പടർപ്പ. അവിടെ നിന്ന് വിളിക്കുകയാണ്, മോശേ മോശേ, മുൾപ്പടർപ്പിൽ അശരീരി ഉണ്ടാകുന്നു. മോശേ മോശേ, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകിയാൽ നിന്റെ കാലിൽ നിന്ന് ചെരുപ്പ് അഴിച്ചു കളക. പേര് ചൊല്ലി വിളിക്കുക. സ്നേഹബന്ധത്തിന്റെ സുദൃഢത വെളിപ്പെടുത്തുന്ന. ഞാൻ പറഞ്ഞല്ലോ, ഏകദേശം 25 വർഷത്തോളമായി ഞാൻ പട്ടമേറ്റിട്ട്. പട്ടമേറ്റ കാലയളവ് മുതൽ 2-3 വർഷം ഞാൻ ഈ നാട്ടിൽ ഇല്ലാതിരുന്ന സമയത്ത് മാത്രമേ
ഞാൻ പട്ടമേറ്റ് ആദ്യം ശുശ്രൂഷിച്ച കിഴക്കേക്കരുടെ പള്ളിയിൽ വാങ്ങിപ്പ് പെരുന്നാളിനോടുകൂടി പ്രസംഗിക്കാതിരുന്നിട്ടുള്ളൂ. ബാക്കി ഒരു 20 വർഷവും ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. ഈ അടുത്ത സമയത്ത് ഈ വർഷത്തെ പെരുന്നാളിനും പോയി പ്രസംഗിച്ചപ്പോൾ എൻ്റെ കൂടെ മധുബഹായിൽ ശുശ്രൂഷിച്ച ഒരു അച്ചായൻ അവിടെയുണ്ട്. ഞാൻ ഈ അച്ചായനെ പാപ്പച്ചായ എന്ന് വിളിച്ചു. അദ്ദേഹം തിരിച്ചെന്നോട് പറയുകയാണ്, അച്ഛൻ ഇവിടുന്ന് പോയിട്ട് ഏകദേശം 22 വർഷമായല്ലോ. 10-22 വർഷമായില്ലേ അച്ഛൻ ഇവിടുന്ന് പോയിട്ട്, ഇപ്പോഴും അച്ഛൻ എൻ്റെ പേര് മറന്നില്ലല്ലോ. അതിനോട് ചേർന്ന് പറയുക, സ്നേഹമുള്ളവൻ ഒരിക്കലും പേര് മറക്കില്ല. സ്നേഹമുള്ളവൻ ഒരിക്കലും പേര് മറക്കില്ല. അനുഗ്രഹീത സഹോദരങ്ങളെ, സ്നേഹബന്ധത്തിന്റെ സുദൃഢതയാണ് കുടുംബ തലങ്ങളിൽ നമ്മൾ അനുഭവിച്ചറിയേണ്ടത്. ഇന്ന് പലപ്പോഴും ഈ സ്നേഹബന്ധത്തിന്റെ സുദൃഢത കുടുംബതലങ്ങളിൽ കാണുന്നില്ല. ഒരു അഡ്ജസ്റ്റ്മെന്റിൽ നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഞാൻ പലയിടത്തും പ്രസംഗിക്കാൻ പോയെടുത്ത് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമുണ്ട്. ഞാൻ ശുശ്രൂഷിച്ച ഒരു ഇടവകയിൽ 35ാമത്തെ വിവാഹ വാർഷികം ആഘോഷിക്കുന്ന ദമ്പതികളുണ്ട്. ഞാന് പള്ളിയിൽ വിശുദ്ധ കുർബാന കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോൾ ഈ അപ്പച്ചനും അമ്മച്ചിയും വന്ന് പറഞ്ഞു, അച്ഛാ, ഇന്ന് ഞങ്ങളുടെ 35ാം വിവാഹ വാർഷികമാണ്, അച്ഛൻ വരണം. ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ അവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. നമ്മുടെ MLA MP ഒക്കെ വിളിച്ചിട്ടുണ്ട്, പൗരപ്രമുഖരായ പലരും ഉണ്ട്, അതോടൊപ്പം തന്നെ മറ്റ് സമീപ ഇടങ്ങളിൽ അച്ഛന്മാരുണ്ട്, അച്ഛനും വരണം. ഞാൻ വരാം പറയുകയും ചെയ്തു. പക്ഷെ എനിക്ക് ആ സമയത്ത് പോകാൻ പറ്റിയില്ല. പള്ളിയിൽ അത്യാവശ്യമായിട്ട് ചില കാര്യങ്ങൾ വന്നു, അവിടെ ചടങ്ങുകളൊക്കെ നടന്നു. വൈകുന്നേരമാണ് ഞാൻ ഈ ഭവനത്തിൽ ചെല്ലുന്നത്. വൈകുന്നേരം ചെന്നിട്ട് ഈ അപ്പച്ചനെയും അമ്മച്ചിയും ഒക്കെ ഞാൻ വിളിച്ച് അടുത്തിരുത്തി ചോദിച്ചു, എത്ര വർഷമായിട്ട് നിങ്ങൾ കുടുംബജീവിതം തുടങ്ങിയിട്ട്? പറഞ്ഞു, അച്ഛാ 35 വർഷമായി. ഞാനൊരു കുസൃതി ചോദ്യം കൂടെ ചോദിച്ചു, ഈ 35 വർഷത്തിനിടെ എത്ര പ്രാവശ്യം നിങ്ങൾ വഴക്ക് കൂടിയിട്ടുണ്ട്? ഉടനെ പറയുകയാണ്, അച്ഛാ, ഞങ്ങൾ 35 വർഷത്തിനകം ഇതുവരെയും വഴക്ക് കൂടിയിട്ടില്ല. എന്നെ അത് അതിശയിപ്പിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ വിവാഹം കഴിച്ചിട്ട് ഏകദേശം 20 വർഷമായി. 22 വർഷമായി വിവാഹം കഴിഞ്ഞിട്ട്. ഒരു 200 പ്രാവശ്യം ഞാനും കൊച്ചമ്മയും കൂടെ വഴക്കുണ്ടായിട്ടുണ്ട്. 35 വർഷം ഇവിടെ ഒരുമിച്ച് ജീവിച്ചിട്ട് വഴക്കുണ്ടാക്കിയില്ല എന്ന് പറഞ്ഞാൽ അത് വളരെ സന്തോഷകരമായൊരു കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾ വഴക്കുണ്ടാകാതിരുന്നതിന് നിങ്ങളെ പ്രേരിപ്പിച്ച കാര്യം എന്താണ്? നിങ്ങൾ സ്വീകരിച്ച ജീവിതക്രമം എന്താണ് എന്ന് ചോദിച്ചു. ഉടനെ അദ്ദേഹം പറയാ, അച്ഛൻ എങ്ങും പോയി പറയരുത്. ഞാൻ പറയും, പക്ഷെ നിങ്ങളാണെന്ന് പറയില്ല, കാരണം ഒത്തിരി പേർക്ക് അത് പ്രയോജനം ചെയ്യട്ടെ. ഉടനെ ഇദ്ദേഹം പറയുകയാണ്, വിവാഹം കഴിഞ്ഞ ആദ്യ ദിവസം തന്നെ ഞാൻ അവളോട് ഒരു കാര്യത്തിൽ വ്യവസ്ഥ ചെയ്തു. അവളോട് പറഞ്ഞു, നീയും വ്യവസ്ഥ ചെയ്യാം, ഞാനും വ്യവസ്ഥ ചെയ്യാം. ഞാൻ ചോദിച്ചു, എന്താണ്? പറയുകയാണ്, കുടുംബജീവിതമാണ്, എന്തെങ്കിലും ഒച്ചപ്പാടും ബഹളവും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഒച്ചപ്പാടും ബഹളവും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ എപ്പോഴെങ്കിലും കയർത്ത് സംസാരിച്ചാൽ നീ അങ്ങ് അടുക്കളയിലോട്ട് പോയിക്കോണം. നീ എപ്പോഴെങ്കിലും ചൂടായി സംസാരിച്ചാൽ ഞാൻ അങ്ങ് പുറത്തോട്ട് പോയിക്കോളാം. ഈ ഒരു വ്യവസ്ഥ ഞങ്ങൾ പാലിച്ചത് കൊണ്ട് അച്ഛാ ഒരു പ്രശ്നവുമില്ല. 35 വർഷം സന്തോഷമായിട്ട് പോയി. എൻ്റെ നേരുബുദ്ധിക്ക് ഞാൻ ഈ അപ്പച്ചനോട് ചോദിച്ചു, അപ്പച്ച, അങ്ങനെയാണെങ്കിൽ ഈ 35 വർഷത്തിനിടെ എത്ര പ്രാവശ്യം അപ്പച്ചൻ പുറത്തു പോയിട്ടുണ്ട്? ഉടനെ അപ്പച്ചൻ പറയുക, അച്ഛാ, മിക്കവാറും പുറത്താ. അച്ഛാ, മിക്കവാറും പുറത്താ. ഇന്ന് പലപ്പോഴും ഇങ്ങനെയുള്ള അഡ്ജസ്റ്റ്മെന്റ് കൊണ്ടാ നമ്മൾ ജീവിക്കുന്നത്. അഡ്ജസ്റ്റ്മെന്റിലുള്ള ജീവിതം സ്ഥായിയല്ല. സ്നേഹബന്ധത്തിന്റെ സുദൃഢതയാണ് കുടുംബതലങ്ങളിൽ ഉണ്ടാകേണ്ടത്. പേര് ചൊല്ലി വിളിക്കുന്ന മുൾപ്പടർപ്പ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ സ്നേഹത്തിന്റെ ആ അംശത്തിന് കുറവ് വന്നുവെങ്കിൽ ഒരു തിരിച്ചുപിടിക്കൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. മോശ ദർശിച്ച മുൾപ്പടർപ്പിന്റെ 4 സവിശേഷതകൾ ഇവിടെ പൂർത്തീകരിക്കുന്നു. 1, ദൈവ തേജസ് ഇറങ്ങി വസിച്ച മുൾപ്പടർപ്പാണ്. 2, പ്രത്യാശയുടെ സന്ദേശം നൽകുന്ന മുൾപ്പടർപ്പാണ്. 3, ദൈവ ദൂതന്മാരുടെ സാന്നിധ്യമുള്ള മുൾപ്പടർപ്പാണ്. 4, ദൈവം പേര് ചൊല്ലി വിളിക്കുന്ന മുൾപ്പടർപ്പാണ്. മുൾപ്പടർപ്പിന്റെ പൊതു സ്വഭാവങ്ങളും നമ്മൾ കണ്ടു. നമ്മൾ എങ്ങനെ ആയിത്തീരണമെന്ന് മനസ്സിലാക്കി. ഇനി യാക്കോബ് ദർശിച്ച ഒരു ഗോവേണി, അത് നമുക്ക് നൽകുന്ന
ഒന്ന് രണ്ട് സന്ദേശം കൂടി ചിന്തിച്ച് 12 മണിയാകുമ്പോൾ തന്നെ ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിച്ചുകൊള്ളാം. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ ഈ സംഭവം നാം വിവരിക്കുന്നു. ബേർശേബയിൽ നിന്ന് ഹാരാനിലേക്ക് പോകുന്ന യാക്കോബ് രാത്രിയായി തലയണയായി ഒരു കല്ലെടുത്തു വെച്ചു. രാത്രിയിൽ താൻ ഒരു ദർശനം കാണുന്നു. സ്വർഗത്തെയും ഭൂമിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഗോവേണി. അതിലൂടെ ദൈവദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നു. അതിൽ നിന്ന് ദൈവശബ്ദം കേൾക്കുന്നു. പെട്ടെന്ന് താൻ ഞെട്ടിയുണരുന്നു. യഹോവ ഈ സ്ഥലത്തുണ്ട്, സത്യം ഞാനും അറിഞ്ഞില്ല. അതിനുശേഷം തലയണയായി വെച്ചിരുന്ന കല്ലെടുത്ത് നാട്ടി അഭിഷേകം ചെയ്യുന്നുണ്ട്, നേർച്ച നേരുന്നുണ്ട്. അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. യാക്കോബിന്റെ ഒരു യാത്ര എൻ്റെ ഒരു പ്രസംഗം കൂടിയാ. അത് ആ വിഷയമായിട്ട് വരുമ്പോൾ വിശദീകരിച്ചു കൊള്ളാം. ശേഖേമിൽ നിന്ന് ബഥേലിലേക്കുള്ള യാത്ര. ഇവിടെ സ്വർഗത്തെയും ഭൂമിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഗോവേണി. വേദശാസ്ത്രപരമായ അർത്ഥമെന്ന് പറയുന്നത് വചനിപ്പിലൂടെ ദൈവവചനം മാതാവിൽ നിന്ന് മാംസം സ്വീകരിക്കുന്നതിലൂടെ സ്വർഗവും ഭൂമിയും ഒന്നായി തീരുന്നു മാതാവിൽ. അങ്ങനെയുള്ള ആഴമായ വളരെ ഡെപ്തുള്ള ആശയങ്ങളിലേക്ക് പോകണ്ട. എന്താണ് ഈ ഗോവേണി നമുക്ക് നൽകുന്ന സന്ദേശം? 2 കാര്യങ്ങളാണ്. ഒന്ന്, ഇരുതലങ്ങളെ ബന്ധിപ്പിക്കുന്ന ഒന്നാണ് ഗോവേണി. ഇരുതലങ്ങളെ ബന്ധിപ്പിക്കുന്ന ഒന്നാ. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ അനുരഞ്ജനത്തിന്റെ സൂചനയാണ് ഈ ഗോവേണി നമുക്ക് നൽകുന്നത്. അനുരഞ്ജനത്തിന്റെ സൂചനയാ. വിഘടിച്ച് നിൽക്കുന്നവരെ, പിണങ്ങി നിൽക്കുന്നവരെ, മനസ്സുകൊണ്ട് അകന്നു നിൽക്കുന്നവരെ ഒക്കെ എപ്പോൾ ഒരുമിക്കുന്നുവോ അപ്പോഴാണ് ഈ പെരുന്നാൾ ആഘോഷം അർത്ഥവത്തായി തീരുന്നത്. ഒന്നിക്കുന്ന മനുഷ്യരായിട്ട് നമ്മൾ മാറണം. എന്തുകൊണ്ട് അനുരഞ്ജനം ആവശ്യമാ? എന്തിനു വേണ്ടി അനുരഞ്ജനം ആവശ്യമാണെന്ന് ചോദിച്ച ഒറ്റ ഉത്തരവേ ഉള്ളൂ. ദൈവരാജ്യ അനുഭവത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ അനുരഞ്ജനം ആവശ്യമാണ്. അതുകൊണ്ടാണ് യേശു തമ്പുരാൻ കൽപ്പിക്കുന്നത്, നീ യാഗമർപ്പിക്കാൻ വരുമ്പോൾ നിന്റെ സഹോദരനോട് എന്തെങ്കിലും ഉണ്ടെന്ന് നിനക്ക് തോന്നുമെങ്കിൽ നീ നിന്റെ ബലിസാധനം അവിടെ വെച്ച് പോയി നിന്റെ സഹോദരനോട് പോയി രമ്യമാകണം. അതിനുശേഷം വന്ന് ബലിയർപ്പിക്കണം. ദൈവരാജ്യ അനുഭവത്തിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള അടിസ്ഥാന യോഗ്യത എന്ന് പറയുന്നത് സഹോദരങ്ങൾ തമ്മിലുള്ള ഐക്യമാണ്. ബന്ധങ്ങൾ മുറിവുണ്ടായിട്ടുണ്ടെങ്കിൽ, വിള്ളലുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരുമിക്കുന്ന മനുഷ്യരായിട്ട് മാറണം. എന്തുകൊണ്ടാണ് ഈ അനുരഞ്ജനം നഷ്ടമാകുന്നത്? കുടുംബതലങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്തിനു വേണ്ടി അനുരഞ്ജനം ആവശ്യമാണ് എന്ന് നമ്മൾ കണ്ടു. ദൈവരാജ്യ അനുഭവത്തിലേക്ക് പ്രവേശിക്കുന്നതിന്. എന്തുകൊണ്ട് വിള്ളൽ കുടുംബതലങ്ങളിൽ ഉണ്ടാകുന്നു, അനുരഞ്ജനം നഷ്ടമാകുന്നു എന്ന് ചോദിച്ചാൽ അതിന് 2 കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കാം. എന്തുകൊണ്ടായി അകലുന്ന മനുഷ്യര്? ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം അകലുന്ന എന്തുകൊണ്ടാ? മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം അകലുന്ന എന്തുകൊണ്ടാ? ഹൃദയം കൊണ്ട് ഹൃദയത്തെ തൊടുന്ന ബന്ധം കുടുംബതലങ്ങളിൽ ഇല്ല. ശരീരം കൊണ്ട് ശരീരത്തെ സ്പർശിക്കുന്നവർ മാത്രമേ കുടുംബത്തിലുള്ളൂ. അതാ ഈ ആശയം എവിടെ നിന്നാ കിട്ടിയെന്ന് ചോദിച്ചാൽ, യോഹന്നാൻ ശ്ലീഹായുടെ പെരുന്നാൾ ഒരു പ്രസംഗം നടത്തേണ്ടി വന്നു. അപ്പൊ യോഹന്നാൻ ശ്ലീഹായെ കുറിച്ച് കൂടുതൽ വിവരണങ്ങളൊന്നും എനിക്ക് കിട്ടിയില്ല. എന്നാൽ ഞാൻ നമ്മുടെ ശാസ്താംകോട്ട ഹോറേബ് ആശ്രമത്തിലെ ലൈബ്രറി ചെന്നു. അവിടെ ചെന്നപ്പോൾ യോഹന്നാൻ ശ്ലീഹായെ കുറിച്ചൊരു പുസ്തകം അവിടെ ഇരിക്കുന്നു. ഞാൻ അത് വായിച്ചു. അതിൽ ഒരു ചോദ്യമുണ്ട്. ഈ യോഹന്നാൻ ശ്ലീഹ എന്തുകൊണ്ടാണ് അവസാന നിമിഷം വരെ കുരിശിന്റെ ചുവട്ടിൽ നിന്നത്? 2 ഉത്തരങ്ങൾ അതിലുണ്ട്. ഒന്നാമത് പറയുന്നത്, ഈ യോഹന്നാൻ ശ്ലീഹ മത്സ്യ വിൽപ്പനക്കാരനായിരുന്നു എന്നാ. മത്സ്യ വിൽപ്പന നടത്തിയിരുന്ന മനുഷ്യനായിരുന്നു എന്നാ മുക്കുവൻ എന്നുള്ള നിലയിൽ പറയുന്നത്. ചിലപ്പോൾ
മത്സ്യം പിടിച്ച് അത് വിൽക്കുന്നവനായിരിക്കാം, അല്ല എങ്കിൽ മറ്റുള്ളവർ മത്സ്യം പിടിക്കുന്നത് ഇദ്ദേഹം വാങ്ങി വിൽപ്പന നടത്തുന്ന ആളായിരിക്കാം. അതെന്തുമായിക്കൊള്ളട്ടെ, അവിടെ പറയുന്നു ഈ മത്സ്യം വിൽപ്പന നടത്തുന്ന ആളെന്നുള്ള നിലയിൽ ഇദ്ദേഹം ഈ പീലാത്തോസിന്റെ അരമനയെ സന്ദർശിക്കുന്ന പതിവ് കാണും. അങ്ങനെ പീലാത്തോസിന്റെ അരമനയിലുള്ള പ്രമുഖരുമായിട്ടും ഈ സൈന്യത്തിന്റെ പട്ടാളത്തിന്റെ മേധാവികളുമായിട്ടും ഒക്കെ പരിചയം കാണും. ആ പരിചയത്തിന്റെ പിൻബലത്തിലാണ് മറ്റു ശിഷ്യന്മാരൊക്കെ മറഞ്ഞും മാറി ഒക്കെ നിൽക്കുമ്പോൾ ധൈര്യമായിട്ട് കുരിശിന്റെ ചുവട്ടിൽ നിൽക്കുവാൻ തക്കവണ്ണം യോഹന്നാൻ ശ്ലീഹായെ പ്രേരിപ്പിച്ചെന്നാണ് ഒരനുമാനം. എന്നാൽ മറ്റൊരനുമാനമാണ് നമ്മൾ ഈ ചിന്തിക്കുന്ന കാര്യവുമായിട്ട് കൂടുതൽ ബന്ധപ്പെട്ടു വരുന്നത്. പറയുന്നുണ്ട്, അന്ത്യ അത്താഴത്തിൽ കർത്താവിന്റെ മാറോട് ചേർന്ന് ഇരുന്നവൻ ആരാണ്? കർത്താവ് ഏറ്റവും സ്നേഹിച്ച ശിഷ്യന. മാറോട് ചേർന്നിരുന്നത് ആരാണ്? യോഹന്നാൻ ശ്ലീഹിയ. മാറോട് ചേർന്ന് ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഹൃദയം കൊണ്ട് ഹൃദയത്തെ തൊടുന്ന അനുഭവമാ. ഹൃദയം കൊണ്ട് ഹൃദയത്തെ തൊടുന്ന അനുഭവമുള്ളവർ ആരെയും പാതി വഴിയിൽ ഉപേക്ഷിച്ച് പോകില്ല എന്ന ആ പുസ്തകം വായിച്ചപ്പോൾ എനിക്ക് കിട്ടിയ അറിവ്. നമ്മൾ എന്തുകൊണ്ടാ കുടുംബതലങ്ങളിൽ ബന്ധങ്ങൾ അകലുന്നത്? ഹൃദയം കൊണ്ട് ഹൃദയത്തെ തൊടുന്ന ഭാര്യ ഭർത്താക്കന്മാരില്ല. ചെറിയ ആസ്വാദനത്തിന് വേണ്ടി മാത്രം, ജഡീക ഇമ്പങ്ങൾ അതാവോളം ആസ്വദിക്കുന്നതിന് വേണ്ടി മാത്രം ശരീരം കൊണ്ട് ശരീരത്തെ സ്പർശിക്കുന്ന ദമ്പതികളായാൽ കുടുംബ ബന്ധങ്ങൾ ശക്തമാകുകയില്ല. ഹൃദയം കൊണ്ട് ഹൃദയത്തെ തൊടണം. അങ്ങനെയുള്ള മനുഷ്യരുണ്ട് കേട്ടോ, അങ്ങനെയുള്ള മനുഷ്യരുണ്ട്. ഞാൻ ഒരിക്കല് വൈകിട്ട് ഒരു കൺവെൻഷൻ പ്രസംഗത്തിന് ഒരു പള്ളിയിൽ പോയി. അപ്പൊ എനിക്ക് ഈ പള്ളിയിലേക്കുള്ള വഴി അറിയില്ല. വികാരി അച്ഛൻ പറഞ്ഞു, ഇന്ന സ്ഥലത്ത് അച്ഛൻ വണ്ടിയും കൊണ്ട് വന്നാൽ മതി, അവിടെ അച്ഛൻ എന്നെ കണ്ടില്ലെങ്കിൽ 5 മിനിറ്റ് വെയിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എന്നെ ഒന്ന് വിളിക്കുക, ഞാൻ വരാം, നമുക്ക് ഒരുമിച്ച് പോകാം. അങ്ങനെ ഈ അച്ഛനെയും പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ കായംകുളം ബസ് സ്റ്റാൻഡിന് അടുക്കൽ റോഡിന്റെ ഓരത്ത് എന്റെ കാറിനകത്ത് ഇങ്ങനെ ഇരിക്കുക. ആ സമയത്ത് ഒരു മനുഷ്യൻ ഓടി വന്ന് എന്നോട് സഹായം ചോദിച്ചു. ആ മനുഷ്യനെ ശ്രദ്ധിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, ഈ വിരലുകളുടെ ഇടയിലെല്ലാം നോട്ടിങ്ങനെ അടുക്കി വെച്ചിരിക്കുക. നോട്ടിങ്ങനെ അടുക്കി വെച്ചിരിക്കുക. ഒത്തിരി കാശ് അയാളുടെ കയ്യിലുണ്ട്. ഞാൻ ചോദിച്ചു, ഒരുപാട് പണം കിട്ടിയാലോ, ഇതെന്തിനാ ഇതെല്ലാം കൂടെ? അദ്ദേഹം എന്നോട് പറഞ്ഞു, എന്റെ ഭാര്യ ക്യാൻസർ രോഗിയായിട്ട് ചികിത്സയിലാണ്, സെക്കൻഡറി സ്റ്റേജ് ആയി. ഡോക്ടർമാർ പറഞ്ഞു ഒരു ഓപ്പറേഷൻ കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ഭാര്യയ്ക്ക് സൗഖ്യം വരുമെന്ന്. പക്ഷെ ഭാരിച്ച തുക അതിന് ചെലവിടേണ്ടതായിട്ടുണ്ട്. ഞാൻ പലരിൽ നിന്ന് സഹായം ചോദിച്ച് വലിയ തുക ശേഖരിക്കാൻ കഴിഞ്ഞിട്ടില്ല, കുറച്ചൊക്കെ കിട്ടിയിട്ടുണ്ട്. അച്ഛനും എന്നെ ഒന്ന് സഹായിക്കണം. ഞാൻ ആദ്യം എൻ്റെ മനസ്സിൽ വന്നത്, പലപ്പോഴും ഈ ചൂഷണത്തിന് വിധേയരാകുന്നവരാണ് ഈ അച്ഛന്മാര്. എവിടെയെങ്കിലും അച്ഛൻ നിൽക്കുന്ന കണ്ടാൽ ഉള്ള ഈ സഹായക്കാരെല്ലാം അച്ഛന്മാർ അടുക്ക് വരും. അവർ വരുന്നതല്ല, അച്ഛന് ചുറ്റും നിൽക്കുന്നവരുടെ മോട്ടം മുഴുവൻ അച്ഛന്റെ അടുക്കലേക്ക് ഈ അച്ഛൻ വല്ലതും കൊടുക്കുന്നോ എന്നാ. അച്ഛൻ എങ്ങനെ ജീവിക്കുന്നെന്ന് മനുഷ്യൻ ചിന്തിക്കാറില്ല. അപ്പൊ എന്തായിരുന്നാലും ആരെങ്കിലും വരുന്നതിന് മുമ്പ് ഒത്തിരി പേര് നോക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊടുത്തു വിടുക എന്റെ ശീലം. അപ്പൊ ഈ കാറിനകത്തായിരുന്നുകൊണ്ട് കൂടുതൽ ആൾക്കാര് ശ്രദ്ധിക്കുന്നു, ഈ അച്ഛൻ കാറിനകത്തിരിക്കുന്ന ഒരു മനുഷ്യ അടുത്ത് ചെല്ലുന്നു, എന്തെങ്കിലും ഈ അച്ഛൻ കൊടുക്കുന്നു നോക്കുക. പക്ഷെ ഇവൻ പറയുന്നത് കള്ളമാണോ എന്നറിയാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് പറഞ്ഞു, കുഞ്ഞെ കോപിക്കരുത്, എങ്കിലും ഞാൻ ഒരു കാര്യം പറയുക, ക്യാൻസർ സെക്കൻഡറി സ്റ്റേജ് ഒക്കെ ആയെങ്കിൽ, അത് രോഗം ഏറ്റവും മൂർച്ഛിച്ചെങ്കിൽ ഇനി രക്ഷപ്പെട്ടു വരാൻ സാധ്യതയില്ല. പിന്നെ ദൈവത്തോട് പ്രാർത്ഥിക്കുക, ദൈവം സൗഖ്യം കൊടുക്കട്ടെ. ഈ കിട്ടുന്ന കാശ് ഒരുമിച്ച് സ്വരൂപിച്ച് ഈ പിൻതലമുറയുടെ ഔന്നത്യത്തിന് വേണ്ടി, അവരുടെ സുഭിക്ഷതയ്ക്ക് വേണ്ടി, അവരുടെ കാര്യങ്ങൾ നടത്തുന്നതിന് വേണ്ടി ഉപയോഗിക്കുക. ഇത് കേൾക്കുകയും ചെയ്തു. ഈ മനുഷ്യനങ്ങ് പൊട്ടിത്തെറിക്കുക. അദ്ദേഹം പറയുക, അച്ഛൻ പണം തന്നില്ലെങ്കിൽ വേണ്ട, അച്ഛൻ ഇങ്ങനെ എന്നോട് സംസാരിക്കരുത്. അച്ഛൻ പണം തന്നില്ലെങ്കിൽ വേണ്ട, അച്ഛൻ ഇങ്ങനെ എന്നോട് സംസാരിക്കരുത്. ഞാൻ ആരുടെയെങ്കിലും അടുക്ക പോയി തണ്ടിപ്പിരിക്കു വെച്ച എന്റെ ഭാര്യയെ ഞാൻ ചികിത്സിപ്പിക്കും, അവളെ ശസ്ത്രക്രിയക്ക് വിധേയമാക്കും, ആയുസ് തമ്പുരാൻ നമുക്ക് കൊടുക്കും, ശിഷ്ടായുസ് ഞങ്ങൾ സന്തോഷത്തോടെ ജീവിക്കും. അച്ഛൻ പണം തന്നില്ലെങ്കിൽ വേണ്ട. പ്രിയമുള്ളവരെ, ആ മനുഷ്യന ഹൃദയം കൊണ്ട് ഹൃദയത്തെ തൊട്ടവൻ. ഈ ഒരു അനുഭവത്തിൽ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുക. അനുഗ്രഹീത സഹോദരങ്ങളെ, എന്തുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളിൽ ഇരുതലങ്ങളെ ഒന്നിപ്പിക്കുന്ന അനുഭവമില്ല? ഒന്നാമത്തെ കാരണം, ഹൃദയം കൊണ്ട് ഹൃദയത്തെ തൊടുന്ന അനുഭവം ജീവിതത്തിലില്ല. ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ.
എന്തുകൊണ്ടാ കുടുംബത്തില് ഈ ഐക്യം നഷ്ടമാകുന്നത്? മുൻവിധിയോടുകൂടെ വിഷയങ്ങളെ സമീപിക്കുന്നതാണ് പരാജയത്തിന് കാരണം. മുൻവിധികളോടുകൂടെ വിഷയങ്ങളെ സമീപിക്കും. ഒരു ഉദാഹരണം പറഞ്ഞ് അവസാനിപ്പിക്കാം. 50 കുട്ടികൾ ഇരിക്കുന്ന ക്ലാസ്സിൽ ഒരു അധ്യാപകൻ ക്ലാസ് എടുക്കുന്നു. ഒരു ലെസൺ പഠിപ്പിച്ചതിന് ശേഷം ഈ അധ്യാപകൻ പറഞ്ഞു, പിറകിലിരിക്കുന്ന 2ാം ബെഞ്ചിൽ രണ്ടാമതിരിക്കുന്ന പയ്യൻ വായിക്കാൻ പറഞ്ഞു. പുതുതായിട്ട് വന്ന ടീച്ചറാ. ഇവൻ എന്ത് ചെയ്തു? എഴുന്നേറ്റ് ഇടത് കൈയിൽ ഈ പുസ്തകം വെച്ചുകൊണ്ട് വായിക്കാൻ തുടങ്ങി. ഉടനെ ഇതാ ഈ അധ്യാപകന് ദേഷ്യമുണ്ടായി. അദ്ദേഹം കയ്യിലിരുന്ന ചോക്ക് പീസ് കൊണ്ട് എറിഞ്ഞു. അവന്റെ നെറ്റി തന്നെ കൊണ്ടു. അതും അവൻ അവഗണിച്ചുകൊണ്ട് വീണ്ടും ഇടത് കൈയിൽ തന്നെ പുസ്തകം വെച്ച് വായിച്ചു. വളരെ ദേഷ്യത്തോടെ ഈ അധ്യാപകൻ ഇവനെ അടിക്കാനായിട്ട് വന്നു. ഇവന്റെ അടുക്ക വന്നപ്പോ അടുത്തിരിക്കുന്ന പയ്യൻ എഴുന്നേറ്റ് പറഞ്ഞു, പൊന്നു സാറേ അവനെ അടിക്കരുത്, അവന്റെ വലത് കൈക്ക് സ്വാധീനമില്ല, അതുകൊണ്ടാണ് അവൻ ഇടത് കൈയിൽ പുസ്തകം പിടിച്ചത്. വസ്തുതകളെ മനസ്സിലാക്കാതെ കാര്യങ്ങളെ കാണുവാൻ തക്കവണ്ണം ശ്രമിക്കുന്നതാണ് പലപ്പോഴും നമ്മുടെ ബന്ധങ്ങൾ വഷളാകുവാൻ ഇടയാകുന്നത്. അതുകൊണ്ട് മുൻവിധിയോടുകൂടെ വിഷയങ്ങളെ സമീപിക്കാതെ യാഥാർത്ഥ്യ ബോധത്തോടെ വിഷയങ്ങളെ സമീപിച്ച് വസ്തുതകളെ മനസ്സിലാക്കി ജീവിതത്തെ ക്രമീകരിക്കുക. ഇരു തലങ്ങളെ ഒന്നിപ്പിക്കുന്ന ഗോവേണി നമ്മെ ഓർമ്മിപ്പിക്കുന്നു അനുരഞ്ജനത്തിന്റെ വ്യക്താക്കളായിട്ട് ഈ ലോകത്തിൽ മാറുക. എന്തുകൊണ്ട് അനുരഞ്ജനം ആവശ്യമാണ്? ദൈവരാജ്യ അനുഭവത്തിലേക്ക് പ്രവേശിക്കുന്നതിന് അനുരഞ്ജനം ആവശ്യമാണ്. എന്തുകൊണ്ട് അനുരഞ്ജനം കുടുംബതലങ്ങൾ ഉണ്ടാകുന്നില്ല? എന്തുകൊണ്ട് കുടുംബതലങ്ങൾ വിള്ളലുകൾ ഉണ്ടാകുന്നു? ഹൃദയത്തെ തൊടുന്ന മനുഷ്യരില്ല. മുൻവിധികളോടുകൂടെ വിഷയങ്ങളെ സമീപിക്കാതെ ശരിയായ അർത്ഥതലത്തിൽ വിഷയങ്ങളെ സമീപിക്കുക. തലവണക്കി നമ്മൾ ചിന്തിച്ച കാര്യങ്ങളെ കുറിച്ച് ധ്യാനിച്ച് നമുക്ക് ഈ സെഷൻ അവസാനിപ്പിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, തിരുനാളുകൾ തിരുത്തലിന് ഞങ്ങളെ തന്നെ വിധേയപ്പെടുത്തേണ്ട നാളുകളാണ് എന്ന് ഞങ്ങളെ പഠിപ്പിച്ചതിനായി നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങളായിരിക്കുന്ന അവസ്ഥ മുൾപ്പടർപ്പിന്റെ പൊതുവായുള്ള 4 സ്വഭാവങ്ങളിലൂടെ ഞങ്ങൾ മനസ്സിലാക്കി. ഞങ്ങൾ എങ്ങനെയായി തീരണമെന്ന് മോശ ദർശിച്ച മുൾപ്പടർപ്പിന്റെ 4 സവിശേഷതകളിലൂടെ ഞങ്ങളെ ഓർമ്മപ്പെടുത്തിയതിനാൽ നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, ഈ വചനം ശ്രവിച്ച് വന്നതുപോലെ തിരിച്ചു പോകുവാനിടയാകരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. യബ്ബോക്ക് കടവിന്റെ തീരത്ത് രാത്രി മുഴുവൻ ദൈവദൂതനുമായിട്ട് മല്ലുപിടിച്ചു. യാക്കോബ് ഇസ്രയേലായി മാറി. സൂത്രശാലിയായിരുന്ന വഞ്ചകനായിരുന്ന യാക്കോബ് ദൈവത്തിന്റെ പടയാളിയായിട്ട്, ദൈവത്തിന്റെ സ്വന്തം മകനായിട്ട്, ദൈവത്തിന്റെ അവകാശമായിട്ട് അവൻ മാറിയതുപോലെ ദൈവമേ, അവിടുത്തേക്ക് ഏറ്റവും പ്രിയപ്പെട്ട മക്കളായിട്ട് ഞങ്ങളെ ആക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനായ പരിമല മാർ ഗ്രിഗോറിയോസ് പിതാവിന്റെ ഓർമ്മ ഞങ്ങൾ നടത്തുകയാണ്. ആ പെരുന്നാളിന്റെ ദിനങ്ങളിൽ ഒന്നിൽ ഞങ്ങൾ അവിടുത്തെ ആലയത്തിൽ വന്നു ചേർന്നിരിക്കുകയാണ്. ഗ്രിഗോറിയോസ് എന്ന പദത്തിന്റെ അർത്ഥം ദൈവമേ ഞങ്ങളെ ചിന്തിപ്പിക്കുവാൻ തക്കവണ്ണം ഇടയാക്കണമേ. പ്രകാശത്തെ പ്രദാനം ചെയ്യുന്നവനെന്ന ദൈവമേ, അവിടുത്തെ വെളിച്ചം ഞങ്ങളിലൂടെ സമൂഹം തിരിച്ചറിയുമ്പോഴാണ് ഞങ്ങളുടെ ജീവിതത്തെ അർത്ഥവത്തായി തീരുന്നതെന്ന് ഞങ്ങളെ പഠിപ്പിക്കണമേ. ആ ഉള്ളിലുള്ള ദൈവീക തേജസ് പാപമാകുന്ന ചാരം മൂടി ആ തേജസ് നഷ്ടമാക്കി കളഞ്ഞു. ദൈവമേ, സത്യകുംഭസാരത്തിലൂടെ ഈ ചാരമൊക്കെ ഒന്ന് ദൂരെ മാറ്റി കളയുവാൻ ദൈവമേ സഹായിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, ദൈവികമായ വെളിച്ചം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്ന നല്ല മക്കളായിട്ട് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ദൈവമേ, യാക്കോബ് ദർശിച്ച ഗോവേണി ഇരുതലങ്ങളെ ഒന്നിപ്പിക്കുന്ന മനുഷ്യരായിട്ട്, അനുരഞ്ജനത്തിന്റെ വക്താക്കളായിട്ട് ഈ ലോകത്തിൽ ജീവിക്കുവാനുള്ള സന്ദേശം ഞങ്ങൾക്ക് നൽകിയല്ലോ. കർത്താവേ, എന്തുകൊണ്ട് അനുരഞ്ജനം ആവശ്യമായിരിക്കുന്നു എന്ന് ഞങ്ങൾ മനസ്സിലാക്കി. എന്തുകൊണ്ട് കുടുംബതലങ്ങളിലും പ്രവർത്തിക്കുന്ന തലങ്ങളിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്ന് ഞങ്ങൾ മനസ്സിലാക്കി. എല്ലാ തലങ്ങളിലും ആവശ്യമായ തിരുത്തലുകൾ വരുത്തി നല്ല സാക്ഷ്യമുള്ളവരായിട്ട്, ഞങ്ങളെ ഏൽപ്പിച്ച കാര്യങ്ങൾ ഭംഗിയായിട്ട് നിർവഹിക്കുന്നവരായിട്ട്, സാക്ഷ്യമുള്ള കുടുംബജീവിതം നയിക്കുന്നവരായിട്ട് ദൈവമേ ജീവിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ. അടുത്തിരുന്നും ദൂരെ ഇരുന്നും ഈ ശബ്ദം ശ്രവിച്ച എല്ലാവരെയും അവിടുന്ന് വാഴ്ത്തണമേ.
ഈ കേട്ട വാക്കുകളൊക്കെ നിന്റെ മക്കളുടെ മനസ്സിനെ ആഴമായി സ്പർശിക്കണമേ. എൻ്റെ പിടിവാശിയാണോ എൻ്റെ കുടുംബതലത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്? എൻ്റെ സ്നേഹക്കുറവാണോ എൻ്റെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്? തിരിച്ചറിഞ്ഞ് തെറ്റിതിരുത്തുവാൻ സഹായിക്കണമേ. ദൈവമായ കർത്താവേ, ഇത്രയും സമയം പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ഈ ശുശ്രൂഷ നിർവഹിപ്പാൻ മഹാപാപിയായ ബലഹീനനായ എന്നെ ശക്തീകരിച്ച കൃപയെ ഓർത്ത് നിന്നെ സ്തുതിക്കുന്നു. ലഭിച്ചിട്ടുള്ള നൽവരങ്ങൾ ശരിയായിട്ട് പ്രോജ്വലിപ്പിക്കുവാൻ കൃപയരുളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശബ്ദം ശ്രവിച്ച ശബ്ദപരിധിക്കുള്ളിൽ ശ്രവിച്ച എല്ലാവരെയും അവിടുന്ന് വാഴ്ത്തണമേ. എല്ലാ നന്മകളാലെയും നിറയ്ക്കണമേ. സഭയെ വാഴ്ത്തണമേ. അതിൽ വാണരുന്ന അഭിനയ പിതാക്കന്മാരെ അനുഗ്രഹിക്കണമേ. ദീർഘവീക്ഷണത്തോടെ ശരിയായ ദിശാബോധത്തോടെ സഭ നൗകയെ നയിക്കുവാൻ പരിശുദ്ധാത്മാവിൽ എല്ലാവരെയും പ്രചോദിപ്പിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. പെരുന്നാളിന്റെ കാലയളവിൽ ദൈവമേ കാലാവസ്ഥ അനുകൂലമാക്കി തീർക്കണമേ. നടക്കുന്ന എല്ലാ പദയാത്രകളും ഏറ്റവും അനുഗ്രഹകരമായി പൂർത്തീകരിക്കാൻ സഹായിക്കണമേ. വന്നു ചേരുന്നവരെല്ലാം സന്തോഷത്തോടെ ഈ പെരുന്നാളിൽ സംബന്ധിപ്പാൻ ഇടയാക്കണമേ. കൃപകളാൽ നിറയ്ക്കണമേ. ശുദ്ധിമാന്മാരുടെയും ശുദ്ധിമതികളുടെയും മധ്യസ്ഥ ഞങ്ങൾക്ക് കാവലും കോട്ടയുമായിരിക്കണമേ. ഞങ്ങൾ നിത്യവും നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി സ്തോത്രവും സമർപ്പിക്കും. ആയതിപ്പോഴും എപ്പോഴും എന്നും എന്നേക്കും തന്നെ. ആമേൻ.